Question number 51. എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? An air bubble in a glass slab with refractive index 1.5. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 ആണ്. ഒരു ഗ്ലാസ് സ്ലാബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 5 സെന്റിമീറ്റർ ഡീപ് വെൻ വ്യൂഡ് ഫ്രം വൺ സർഫസ്. ഒരു സർഫസിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ അത് എത്ര ഡെപ്തിലാണ്? 5 സെന്റിമീറ്റർ ഡെപ്തിലാണ്. മറ്റേ സർഫസിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ 3 സെന്റിമീറ്റർ ഡീപ്പിലാണ്. എങ്കിൽ തിക്നെസ്, ആ ഒരു സ്ലാബിന്റെ തിക്നെസ് എന്തുവാന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പൊ ആദ്യം എന്തുണ്ട്? ഒരു സ്ലാബ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട്. ആ ഗ്ലാസ് സ്ലാബിൽ എന്തുണ്ട് മക്കളെ? ഒരു എയർ ബബിൾ ഉണ്ട്. ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് എയർ ബബിളിന്റെ ഗ്ലാസ് സ്ലാബ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു എയർ ബബിൾ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെയാണ് എയർ ബബിൾ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? ഇവിടാണ് എയർ ബബിൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് സർഫസിൽ നോക്കാം. ഒരാള് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ഈ സർഫസ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സർഫസിൽ നോക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സർഫസിൽ നോക്കുന്നു. അപ്പം ആക്ച്വലി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ടും ഈ ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കാം? വൈ ആയിട്ടും എടുക്കാം. ഇതാണ് ആക്ച്വൽ ഡിസ്റ്റൻസ്. അപ്പം ഈ ഒരു ഗ്ലാസ് സ്ലാബിന്റെ തിക്നെസ് ചോദിച്ചാൽ, തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ചോദിച്ചാൽ എന്താണ്? എക്സ് പ്ലസ് വൈ എടുത്താൽ മതി. കാരണം ഈ ഒരു സർഫസിൽ നിന്ന് ആ ബബിൾ വരെയുള്ള ഡിസ്റ്റൻസ് എക്സും ഈ സർഫസിൽ നിന്ന് ബബിൾ വരെയുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. അപ്പൊ തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ചോദിച്ചാൽ എത്രയാണ്? എക്സ് പ്ലസ് വൈ ആണ്. ഇനി നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പുറത്ത് നമ്മൾ നിൽക്കുന്ന എന്താണ്? ഒരു റെയറർ ആണ്. അപ്പൊ റെയറിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കണം? ഡെൻസർ സർഫസിലോട്ട് നോക്കുകയാണ് അല്ലെ? ഡെൻസറിലോട്ട് നോക്കുക. അപ്പൊ റെയറിൽ നിന്ന് ലൈറ്റ് എങ്ങോട്ട് ട്രാവൽ ചെയ്യും? ഡെൻസറിലോട്ട് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്ത് നടക്കും? അവിടെ ഒരു ഷിഫ്റ്റ് നടക്കും. എന്ത് നടക്കും? അവിടെ ഒരു ഷിഫ്റ്റ് നടക്കും. ഈ ബബിള് എന്ത് ചെയ്യും? മേലോട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഈ ബബിൾ ഇവിടെയാണെന്ന് ആർക്ക് തോന്നും? ഷിഫ്റ്റ് കാരണം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് തോന്നും. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ ബബിൾ എത്ര ഡിസ്റ്റൻസിലാണെന്ന് തോന്നും? ഒരു എ ഡിസ്റ്റൻസിലാണെന്ന് തോന്നും. അതിൽ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ ബബിൾ എന്ത് ചെയ്യും? ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പൊ അവിടെ എത്ര ഡിസ്റ്റൻസിലാണെന്ന് തോന്നും? ഈ നിൽക്കുന്ന ആൾക്ക്, ഈ നോക്കുന്ന ആൾക്ക് ഈ സർഫസിൽ നിന്ന് അത് ഒരു ബി ഡിസ്റ്റൻസിലാണെന്ന് തോന്നും. ഓക്കെ അല്ലെ? ഈ എയും ബി എന്തുകൊണ്ട് ഉണ്ടായതാ? ഷിഫ്റ്റ് കൊണ്ടുണ്ടായതാണ് അല്ലെ? കാരണം ഒരു എന്താ, റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് നോക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റെയറിൽ നിന്ന് നമ്മളിപ്പം എന്താ മീനെ നോക്കുന്നു, വെള്ളത്തിൽ കിടക്കുന്ന മീനെ നോക്കി നമ്മൾ നോക്കുമ്പോൾ എന്താ തോന്നുക? മീൻ പൊങ്ങി നിൽക്കാന്ന് നമുക്ക് തോന്നുന്നത് ഷിഫ്റ്റ് കാരണം. അപ്പം എന്ത് ചെയ്യും? ബബിൾ ഇങ്ങോട്ടാണ്, അടുത്തോട്ടാണെന്ന് ഇവിടുത്തെ സർഫസ് ഇരിക്കുന്ന ആൾക്കൊന്നും ഇവിടുത്തെ സർഫസ് ഇരിക്കുന്ന ആൾക്കൊന്നും ഇങ്ങോട്ടേക്കുമാണ്. അപ്പൊ ഇവിടെ ഈ ഷിഫ്റ്റ് കൊണ്ടെന്ന് കണ്ട ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സർഫസിൽ നിന്നുള്ളത് എത്രയാണ്? ഫ്രം വൺ സർഫസ് ഈസ് 5 സെന്റിമീറ്റർ. എ 5 സെന്റിമീറ്റർ ആണെന്നും ഇനി മറ്റൊരു സർഫസിൽ നിന്ന് 3 സെന്റിമീറ്റർ ഡീപ് വെൻ വ്യൂഡ് ഫ്രം ദ ഓപ്പോസിറ്റ് ഫേസ്. അപ്പൊ ബി എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇവിടെ തന്നിട്ടുള്ളത് ആ ഒരു ഷിഫ്റ്റ് അപ്പാരന്റ് ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എയും ബി എന്നുള്ള അപ്പാരന്റ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഡിസ്റ്റൻസ്. നമുക്ക് വേണ്ട എന്താണ്? എക്സും വൈയും ആണ്. അപ്പൊ നമുക്കറിയാം അപ്പാരന്റ് ഡിസ്റ്റൻസ് എ ഈസിക്കൽ ടു, നമുക്ക് എന്ത് പറയാം? ഈ ഒരു അപ്പാരന്റ് ഡിസ്റ്റൻസ് എ ഈസിക്കൽ ടു നമുക്കറിയാം എക്സ് റിയൽ ഡെപ്ത്. അത് എത്രയാണ്? എക്സ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിയൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. എക്സ് ഡിവൈഡ് ബൈ എൻ എടുക്കുന്നതാണ് അവിടുത്തെ എന്ത്? അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? ആക്ച്വൽ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്താൽ. അതുപോലെ അവിടുന്ന് ബി ഈസിക്കൽ ടു എന്ത് കിട്ടും? അപ്പൊ വൈ ബൈ എൻ എടുക്കുന്നതായിരിക്കും. എ ഈസിക്കൽ ടു എക്സ് ബൈ എന്നും ബി ഈസിക്കൽ ടു വൈ ബൈ എന്നോ. ബി എന്നാണ് ഈ ഒരു ഇതിലുള്ളതല്ലേ? അപ്പൊ അവിടുത്തെ ആക്ച്വൽ ഡിസ്റ്റൻസ്, റിയൽ ഡിസ്റ്റൻസ് എത്രയാ? വൈ ആണ്. അവിടുത്തെ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടിടത്ത് സെയിം ആ, ഗ്ലാസ് സ്ലാബ് അല്ലേ? അപ്പം വൈ ബൈ എന്നും എ എന്ത് കിട്ടും? എക്സ് ബൈ എൻ എന്നും കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എക്സ് ഈസിക്കൽ ടു എന്ത് എഴുതാം? എൻ എ എന്ന് എഴുതാം. എക്സ് ഈസിക്കൽ ടു എൻ എ എന്ന് എഴുതാം. ഇവിടുന്ന് വൈ ഈസിക്കൽ ടു എന്ത് എഴുതാം? എൻ ബി എന്ന് എഴുതാം. ഇവിടുന്ന് എക്സ് ഈസിക്കൽ ടു എൻ എ, വൈ ഈസിക്കൽ ടു എൻ ബി എന്ന് കിട്ടും. നമുക്ക് വേണ്ടുന്ന എന്താ? തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ആണ്. തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് എക്സ് എത്ര കിട്ടി? എൻ എ എന്ന് കിട്ടി. വൈ എത്ര കിട്ടി? എൻ ബി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എൻ കോമൺ എടുത്താൽ എൻ ഇൻറ്റു എ പ്ലസ് ബി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് കിട്ടും. എൻ ഇൻറ്റു എ പ്ലസ് ബി ചെയ്താൽ മതി. പോരെ? മതി. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാടാ പറഞ്ഞേ? 1.5 ആണ്. 1.5 ഇൻറ്റു എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു സർഫസിൽ നോക്കുമ്പോൾ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 പ്ലസ് ഓപ്പോസിറ്റ് ഫേസിൽ നോക്കുമ്പോൾ എത്രയാണ് ഷിഫ്റ്റ്? അപ്പാരന്റ് ഡിസ്റ്റൻസ് 3 ആണ്. അപ്പൊ 5 പ്ലസ് 3 ദാറ്റ് ഈസ്
1.5 ഇൻറ്റു എത്രയെന്ന് ഇട്ടുകൂടാം 8 എന്ന് കിട്ടും. 1.5 ഇൻറ്റു 8 എന്ന് കിട്ടും. ഈ 1.5 നമുക്ക് എന്തെഴുതാം 3/2 എന്ന് എഴുതാം. അപ്പൊ 3/2 ഇൻറ്റു 8 വരും. 8 2 വെട്ടി ഇവിടെ 4 വരും. 3 ഇൻറ്റു 4 ഈസിക്കൽ ടു എത്ര വരും പറഞ്ഞേ മക്കളെ 12 സെന്റിമീറ്റർ എന്ന് വരും. എത്ര വരും 12 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ ആ ഒരു ഗ്ലാസ് സ്ലാബിന്റെ ആക്ച്വൽ തിക്നെസ് എന്ന് പറയുന്നത് എത്ര കിട്ടി 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റ് ക്ലിയർ ആനാണ് എന്ത് ചെയ്തത്, ഇത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട്. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഒരു എന്ത് നടുക്കൊരു ബബിൾ ഇരിക്കുകയാണ്. അതിന്റെ നടുക്കല്ല കറക്റ്റ് അല്ല, ഒരു അകത്ത് എവിടെ ഒരു ബബിൾ ഇരിക്കുകയാണ്. അപ്പൊ ഒരു സർഫസിൽ നോക്കുമ്പോൾ അത് എത്രയിലോട്ട് തോന്നുന്നു എ ആണെന്നും മറ്റേ സർഫസിൽ നോക്കുമ്പോൾ അത് ബി ഡിസ്റ്റൻസ് അകലെയാണെന്ന് തോന്നും. ആക്ച്വൽ ഡിസ്റ്റൻസ് എക്സും വൈയും ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്ത് കിട്ടും എക്സ് ബൈ എൻ കിട്ടും, ബി എക്സ് ബൈ ബി കിട്ടും. തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബാ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം എക്സ് പ്ലസ് വൈ എടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 52. A transparent cube of 15 cm edge contains a small air bubble. Its apparent depth when viewed through one face is 6 cm and when viewed through the opposite face is 4 cm. The refractive index of material of cube is. അതായത് ഒരു ട്രാൻസ്പെറന്റ് ക്യൂബ് ഉണ്ടടാ, അതിന്റെ എഡ്ജിന്റെ ലെങ്ത് എത്രയാണ് 15 സെന്റിമീറ്റർ ആണ്. അതായത് എന്താ തന്നിട്ടുള്ള ആ ഒരു തിക്നെസ് എത്രയാണെന്നല്ലേ തന്നിട്ടുള്ള, ആ ടോട്ടൽ തിക്നെസ് എത്ര തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ എന്താണ്, ഇതാ നമ്മുടെ ക്യൂബ്. ഓക്കെ അല്ലേ? ഇതാ നമ്മുടെ ക്യൂബ്. ആ ക്യൂബിന്റെ തിക്നെസ് എത്രയാണ് 15, ക്യൂബല്ല ക്യൂബോയിഡ് ആയിപ്പോയി. ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അതിന്റെ തിക്നെസ് എത്രയാന്ന് തന്നിട്ടുണ്ട് നമുക്ക് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സൈഡ് തിക്നെസ് ഇതായിരിക്കും എന്ത് 15 സെന്റിമീറ്റർ. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ എയർ ബബിൾ. അതിന്റെ അകത്ത് എന്തുണ്ട് ഒരു എയർ ബബിൾ ഉണ്ട്. ഇറ്റ്സ് അപ്പാരന്റ് ഡെപ്ത് വെൻ വ്യൂഡ് ത്രൂ വൺ ഫേസ് 6 സെന്റിമീറ്റർ. ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് എത്രയാണ് 6 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ അപ്പാരന്റ് ഡെപ്തുകളെ തന്നിട്ടുള്ള കേട്ടോ. അപ്പാരന്റ് ഡെപ്ത് എത്രയാണ് 4 സെന്റിമീറ്റർ ആണ്. Then the refractive index of the material of the cube is. എങ്കിൽ refractive index എത്ര എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കറിയാം ഇവിടുത്തെ അപ്പാരന്റ് ഡെപ്ത് എ ആണെങ്കിൽ എ ഈസിക്കൽ ടു നമ്മൾക്ക് എങ്ങനെ എഴുതാം എക്സ് ബൈ എൻ എന്ന് എഴുതാം. ഇത് ബി ആണ് അപ്പാരന്റ് ഡെപ്ത് എങ്കിൽ ബി ഈസിക്കൽ ടു വൈ ബൈ എൻ എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത് എൻ എ പ്ലസ് എൻ ബി എന്നാ കിട്ടി അല്ലെ. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ് തിക്നെസ് ആണ്. അതായത് ഇത് മൊത്തത്തിലുള്ള ലെങ്ത്, അതാണ് എന്ത് 15 സെന്റിമീറ്റർ. അപ്പം 15 സെന്റിമീറ്റർ ഈസിക്കൽ ടു എൻ ഇൻറ്റു എന്തെന്ന് എഴുതാം എ പ്ലസ് ബി എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. സോ 15 ഈസ് ഈക്വൽ ടു എൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഇൻറ്റു എ എത്രയാ മക്കളെ 6 പ്ലസ് ബി എത്രയാ 4 ഈസിക്കൽ ടു 15 ഈസിക്കൽ ടു എൻ ഇൻറ്റു എത്രയെന്ന് കിട്ടൂടാ 10 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് എൻ ഈസിക്കൽ ടു എത്ര കിട്ടും 15 ഡിവൈഡ് ബൈ 10 വരും. എത്ര കിട്ടും മക്കളെ 1.5 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ക്യൂബ് എത്രയാണ് 1.5 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നേരത്തെ നമ്മളോട് എന്താ വെച്ചാൽ തിക്നെസ് ആണെങ്കിൽ ഇവിടെ അതേ ഒരു റിലേഷൻ വെച്ച് എന്താ വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചത്. ഓക്കെ അല്ലെ? കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. ഇവിടെ ഇക്വേഷൻ ഒന്നും കാണാതൊന്നും ഇരിക്കണ്ട, കാണാതെ പഠിക്കണോ വേണ്ട. കാരണം ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്ച്വൽ ഡിസ്റ്റൻസ് ബൈ എൻ ആണ്, ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്ച്വൽ ഡിസ്റ്റൻസ് ബൈ എൻ ആണ്. ആ രണ്ട് ആക്ച്വൽ ഡിസ്റ്റൻസ് കൂട്ടുന്നതായിരിക്കും ആ ഒരു സ്ലാബിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്യൂബിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. ഫൈൻഡ് ഷിഫ്റ്റ്. നമുക്കിവിടെ ഷിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ ഒബ്സർവർ എന്ത് ചെയ്യാം തൊട്ട് മുകളിൽ നിന്ന് നോക്കുക, ഈ ഒരു ഗ്ലാസ് സ്ലാബിന്റെ തൊട്ട് മുകളിൽ നിന്ന് നോക്കുവാണ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് മീഡിയം ഉണ്ട്. ഡിഫറെന്റ് മീഡിയം അതിന് ഓരോന്നിന്റെ തിക്നെസ് വ്യത്യാസമാണ്. N1 ഉള്ള മീഡിയം ഉണ്ട്, അതിന്റെ തിക്നെസ് 5 ആണ്. N2 ഉള്ള അടുത്ത മീഡിയം ഉണ്ട്, അതിന്റെ തിക്നെസ് 4 ആണ്. N3 ഉള്ള അടുത്ത മീഡിയം ഉണ്ട്, അതിന്റെ തിക്നെസ് 7 ആണ്. N4 ഉള്ള അടുത്ത മീഡിയം ഉണ്ട്, അതിന്റെ തിക്നെസ് 8 ആണ്. ഇത് മൊത്തത്തിൽ എത്രയാണ് 24 സെന്റിമീറ്റർ ആണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടുത്തെ ഷിഫ്റ്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഇവിടുത്തെ ഷിഫ്റ്റ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ ഒരു കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ ഒബ്സർവർക്ക് എത്ര ഡിസ്റ്റൻസിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ കോയിൻ എത്ര ഷിഫ്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ഡിസ്റ്റൻസിലാണ് കാണുന്നത് എന്നുള്ളതാണ് എന്ത് അപ്പാരന്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ അപ്പാരന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ ഡിസ്റ്റൻസ് 24, അതിൽ നിന്ന് അപ്പാരന്റ് കുറച്ചാൽ പോരെ. അപ്പൊ ആ അപ്പാരന്റ് ഡിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് അപ്പാരന്റ് ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ, ഇത് കാരണം എന്ത് ചെയ്യും ഈ കോയിൻ ഇച്ചിരി മുമ്പിലോട്ട് വരും അല്ലെ. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തെന്ന് എടുക്കാം N1 x1, ഇതൊരു x1 ഡിസ്റ്റൻസ് ആണ്. 5 എന്ന് പറയുന്നത് x1 ആയിട്ട് എടുത്താൽ ഇവിടെ എന്താണ് x1 ഡിവൈഡഡ് ബൈ N1. ഓക്കെ അല്ലേ? പ്ലസ് ഇവിടെ എന്ത് വരും ഇത് x2 ആണെങ്കിൽ x2 ഡിവൈഡഡ് ബൈ N2 പ്ലസ് അടുത്ത് എന്ത് വരും x3 ഡിവൈഡ് ബൈ N3. ഇവിടെ എത്ര മീഡിയം ഉണ്ട് 4. അപ്പൊ x4 ഡിവൈഡഡ് ബൈ N4 വരെ വരും. ഓക്കെ അല്ലേ?
ഇൻറ്റു ഇതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? ഒബ്സർവറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ നിന്നല്ലേ ഒബ്സർവ് ചെയ്യുന്ന തൊട്ട് മുകളിൽ എയർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എത്ര വരും? 1 വരും. അപ്പൊ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? അപ്പാരന്റ് ഡിസ്റ്റൻസ് കിട്ടും. എന്ത് കിട്ടും? അപ്പാരന്റ് ഡിസ്റ്റൻസ് കിട്ടും. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. എക്സ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? x1/n1 plus x2/n2 plus x3/n3 plus x4/n4 into refractive index of observer. അപ്പൊ ഇവിടെ എക്സ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും പറഞ്ഞേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ 1 ആണ്. 1 ഇൻറ്റു x1 എത്രയാണ്? 5. 5 ഡിവൈഡഡ് ബൈ 5/4 പ്ലസ് x2 എത്രയാണ്? 4. 4 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് x3 എത്രയാണ്? 7. 7 ഡിവൈഡ് ബൈ 7/4 പ്ലസ് x4 എത്രയാണ്? 8. 8 ഡിവൈഡഡ് ബൈ 8/3. ഓക്കെ അല്ലേ? ഓക്കെ. ദാറ്റ് ഈസ് എക്സ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഈ 5 5 വെട്ടിപ്പോയിട്ട് എന്ത് വരും? 4 പ്ലസ് 4 4 പോയിട്ട് 3 പ്ലസ് 7 7 പോയിട്ട് 4 പ്ലസ് 8 8 പോയി 3 മുകളിൽ ചെല്ലുമ്പോൾ പ്ലസ് 3. ദാറ്റ് ഈസ് എക്സ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 ഇൻറ്റു 7 പ്ലസ് 7 എത്രയാ? 14. ദാറ്റ് ഈസ് 14 സെന്റിമീറ്റർ എന്ന് വരും. അപ്പാരന്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. അതായത് ഇത് ഫുള്ള് 24 അല്ലേ? അപ്പൊ 40 എന്ന് പറയുമ്പോൾ എറൗണ്ട് ഇവിടെ വരും. അപ്പം ഈ ഒരു ഒബ്സർവറിന് കോയിൻ എവിടെ ആയിട്ടാ തോന്നുന്നത്? ഇവിടെ ഇരിക്കുന്നതായിട്ടാ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അപ്പാരന്റ് ഡിസ്റ്റൻസ് ആ ചോദിച്ചിരുന്നെങ്കിൽ 40 സെന്റിമീറ്റർ നടത്താൻ ഇപ്പൊ ഓപ്ഷനിൽ കാണും. എ 40 സെന്റിമീറ്റർ, ബി എത്ര കിട്ടും? ബി എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ, സി 8 സെന്റിമീറ്റർ, ഡി 12 സെന്റിമീറ്റർ. അപ്പൊ 40 സെന്റിമീറ്റർ കിട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ എ പോയി എന്ത് ചെയ്യില്ല? മാർക്ക് ചെയ്യില്ല. കാരണം നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? ഇവിടെ ഷിഫ്റ്റ് ആണ് ചോദിച്ചത്. നമുക്കിപ്പോ കിട്ടിയ എന്താണ്? അപ്പാരന്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഷിഫ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ആക്ച്വൽ ഡിസ്റ്റൻസ് മൈനസ് അപ്പാരന്റ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? 24 സെന്റിമീറ്റർ. 24 മൈനസ് ഇപ്പൊ കിട്ടിയ അപ്പാരന്റ് എത്രയാണ്? 40 ഈസ് ഈക്വൽ ടു എത്ര വരും? 10 സെന്റിമീറ്റർ എന്ന് വരും. എത്ര വരും ഇവിടെ? 10 സെന്റിമീറ്റർ. സോ ദ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ഫൈൻഡ് ഷിഫ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഷിഫ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇവിടെ എന്ത് ഷിഫ്റ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ് അല്ലേ നടക്കുന്നത്? കാരണം ഈ ഒബ്ജക്റ്റ് എങ്ങനെ വരാനുള്ളതെന്ന്? ഇങ്ങനെ വരാനുള്ളതെന്ന്. പക്ഷെ ഇവിടെ ഇത് നടന്നിട്ട് എന്ത് ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു ലാറ്ററൽ ഷിഫ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞേ? ടി ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് ആർ. ഇതാണ് എന്ത്? നമ്മൾ ഷിഫ്റ്റിന് പഠിച്ച ഇക്വേഷൻ. ഡി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഡി ഈസ് ഈക്വൽ ടു ടി എത്രയാണ്? 10 ആണ്. തിക്നെസ് എത്രയാ? 10 ആണ്. 10 ഇൻറ്റു സൈൻ ഐ എത്രയാ മക്കളെ? 16. 16 മൈനസ് ആർ എത്രയാണ്? 45. 16 മൈനസ് 45 ഡിവൈഡഡ് ബൈ കോസ് എത്ര കിട്ടുവാടാ? 45 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് എത്ര കിട്ടും? 10 ഇൻറ്റു സൈൻ 60 മൈനസ് 45 എന്ന് പറയുമ്പോൾ 15. സൈൻ 15 ഡിവൈഡഡ് ബൈ എത്ര വരും? കോസ് 45 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സൈൻ 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാടാ? സൈൻ 50 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സൈൻ 45 മൈനസ് 30 എന്ന് എഴുതിക്കൂടെ? സൈൻ 45 മൈനസ് 30 എന്ന് എഴുതാം. നമുക്കറിയാം സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോ സൈൻ 15 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈൻ 45 മൈനസ് 30 സൈൻ 50 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30. അപ്പൊ പറ സൈൻ 45 എത്രയാണ്? 1/√2 ഇൻറ്റു കോസ് 30 എത്രയാണ്? √3/2 മൈനസ് കോസ് 45 1/√2 ഇൻറ്റു സൈൻ 30 എത്രയാണ്? സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര ഇട്ടോടെ ഇവിടെ നമുക്ക് ഈ വാല്യൂ ആണ് എന്ത്? സൈൻ 50 ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് 10 ഇൻറ്റു 1/√3/2√2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ കോസ് 45 എത്രയാണ്? 1/√2. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് 10 ഡിവൈഡഡ് ബൈ 2√2 ഇൻറ്റു √3 - 1
ഡിവൈഡഡ് ബൈ 1 ഡിവൈഡ് ബൈ √2 കിട്ടും. ഈ √2 √2 എന്ത് ചെയ്യടാ വെട്ടിക്കളയാം. 10/2 എത്ര കിട്ടും 5 കിട്ടും. അപ്പൊ എത്ര കിട്ടും 5 ഇൻറ്റു √3 - 1 എന്ന് കിട്ടും. 5 ഇൻറ്റു √3 - 1 എന്ന് കിട്ടും. അതായിരിക്കും എന്ത് മക്കൾ ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തറിയണം, ഡിയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഡി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 55. ഫൈൻഡ് ഷിഫ്റ്റ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഷിഫ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഈ ഒബ്സർവർ എത്ര ഡിസ്റ്റൻസ് ഇരിക്കുക 4 സെന്റിമീറ്റർ ദൂരെ നിന്ന് നോക്കുകയാണ്. ഇവിടെ കിടക്കുന്ന ഈ ഒരു ബോളാണ് നോക്കുന്നത്. അപ്പൊ ഈ ബോൾ എന്ത് ഇച്ചിരി മുകളിലോട്ട് പൊങ്ങിയതുപോലെ തോന്നും അല്ലെ? ആ ഒരു ഷിഫ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അവിടുത്തെ ഇക്വേഷൻ എന്താ? നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഡി ഈസിക്കൽ ടു, ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഷിഫ്റ്റിന് ഈക്വലാണ്. അപ്പൊ ഡി ഈസിക്കൽ ടു എന്ത് കിട്ടും? ടി ഇൻറ്റു 1 - 1/μ എന്ന് വരും. ഡി ഈസിക്കൽ ടു ടി ഇൻറ്റു 1 - എന്ത് വരും? 1/μ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എത്ര കിട്ടുവാടാ? ഡി ഈസിക്കൽ ടു ടി എത്രയാണ്? ടി എന്ന് പറയുമ്പോൾ തിക്നെസ്, അത് എത്രയാണ്? ഗ്ലാസ് സ്ലാബിന്റെ 6 ആണ്. 6 ഇൻറ്റു 1 - 1 ഡിവൈഡഡ് ബൈ μ എത്രയാണ്? അത് ഗ്ലാസ് സ്ലാബിന്റെ μ ആണ്. എത്രയാണ്? 3/2. അപ്പൊ 1/3/2. ദാറ്റ് ഈസ് ഡി ഈസിക്കൽ ടു 6 ഇൻറ്റു 1 - 2/3 എന്ന് വരും. ദാറ്റ് ഈസ് എത്ര കിട്ടുക? ഡി ഈസിക്കൽ ടു 6 ഇൻറ്റു 1/3 എന്ന് വരും. ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ എന്ന് വരും. എത്ര കിട്ടും? 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നടക്കുന്ന ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഷിഫ്റ്റിന് ഈക്വൽ ആണ്. അത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഇവിടെ പഠിച്ച ഇക്വേഷനും അതുപോലെ ഇവിടെ ലാറ്ററൽ ഷിഫ്റ്റിന്റെ ഡി ഈസിക്കൽ ടു ടി ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ ബൈ കോസ് ആർ, പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ എക്സ് അപ്പാരന്റിന്റെ ഇക്വേഷനും, പിന്നെ നമ്മൾ ഇവിടെ ഏത് ഇക്വേഷനാ പറഞ്ഞ? ഒരു ഗ്ലാസ് സ്ലാബിന്റെ രണ്ട് സൈഡിൽ കൂടെ നോക്കുക. ഇതൊക്കെ എന്താണ്? ഓരോ കേസുകളാണ്. അപ്പൊ ഈ ഓരോ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ ഷോർട്ട് നോട്ട് ബുക്കിൽ എഴുതി എന്ത് ചെയ്യണം? മറക്കാതെ നോക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 56. A vessel of depth 10 cm is half filled with oil of refractive index mu1 and the other half is filled with water of refractive index mu2. The apparent depth of the vessel when viewed from above is. അപ്പൊ എന്താ? നേരത്തെ അതേ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതായത് രണ്ട് ഒരു വെസൽ ഉണ്ട്. ആ വെസലിന്റെ ടോട്ടൽ ഡെപ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ ഡെപ്ത് 10 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ അത് പകുതി, അതായത് 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നു? ഓയിൽ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ആണ്. പിന്നുള്ളത് എന്ത് ഫില്ല് ചെയ്തിരിക്കുന്നു? വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. അവിടുത്തെ അതും 5 സെന്റിമീറ്റർ ആണ്. അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര വരും? mu2 ആണ്. എങ്കിൽ അപ്പാരന്റ് ഡെപ്ത് ഓഫ് ദി വെസൽ വെൻ വ്യൂഡ് ഫ്രം എബവ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ, എയറിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള എന്താണ് അപ്പാരന്റ് ഡെപ്ത് എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എന്താ നമ്മുടെ ഇക്വേഷൻ? എക്സ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ. അപ്പൊ എൻ ഒബ്സർവർ ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ n1 പ്ലസ് x2 ഡിവൈഡ് ബൈ n2. ഇവിടെ രണ്ട് തന്നെയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ എത്രയാണ്? എയർ അല്ലേ? അപ്പൊ 1 വരും. 1 ഇൻറ്റു x1 ഇവിടെ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ എന്ത് വരും? n1 എത്രയാ? mu1 പ്ലസ് x2 എത്രയാണ്? 10ന്റെ പാതി. അപ്പൊ എത്ര? 5 ഡിവൈഡഡ് ബൈ എത്ര വരും? mu2 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര വരും പറഞ്ഞേ? 5 ഇൻറ്റു ഇത് എത്ര വരും? 1/mu1 പ്ലസ് 1/mu2 is equal to 5 into mu1 plus mu2 divided by mu1 mu2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എത്ര വരും? 5 into mu1 plus mu2 divided by mu1 mu2. ഓപ്ഷൻ ബി is the right answer. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 57. A beam of monochromatic light reflects and refracts at point A. ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് ചെയ്യുന്നു? വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അത് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്, റിഫ്രാക്റ്റും ചെയ്യുന്നുണ്ട്. എങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് പോയിന്റ് എയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇതല്ലേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഈ തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഈ സർഫസും ഈ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ 30 തന്നിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ 30 ആണോ? പെട്ടെന്ന് എല്ലാവരും n1 sin i = sin r എന്ന് പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ ഇവിടെ i ആണോ 30? അല്ല. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമലും ഈ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ എടുക്കണം. അത് എത്ര വരും? ഇത് നോർമൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. അപ്പൊ 90 ന്ന് 30 കുറയ്ക്കുന്നതായിരിക്കത്തില്ലേ? അപ്പൊ 90 - 30 വരും. എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആദ്യം എത്ര എഴുതണം? 60 ഡിഗ്രി ആണ് കിട്ടും. നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? n1 ഇൻറ്റു സൈൻ, ഇവിടുത്തെ ആംഗിൾ i അല്ലേ? sin i = n2 ഇൻറ്റു sin r എന്ന് പറയാം.
പറഞ്ഞൂടെ n1 sin i is equal to n2 sin r എന്ന് പറയാം. അപ്പൊ n1 ന്റെ വാല്യൂ എത്രയാ 1 into sin 60 is equal to n2 എത്രയാ √3 into sin r എന്ന് കിട്ടും. sin 60 യുടെ വാല്യൂ എത്ര കിട്ടൂടാ √3/2 എന്ന് കിട്ടും. √3/2 is equal to √3 into sin r എന്ന് വരും. ഇവിടുന്ന് √3 വെട്ടിപ്പോയാൽ sin r is equal to എന്ത് കിട്ടും 1/2 എന്ന് കിട്ടും. അപ്പൊ അവിടുന്ന് sin r 1/2 ആണെങ്കിൽ ആംഗിൾ r എത്രയായിരിക്കും sin ഇൻവേഴ്സ് 1/2 വരും. അത് എത്ര കിട്ടുവാടാ 30 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര കിട്ടി 30 ഡിഗ്രി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇതെങ്ങനെ നമ്മൾ ഇതെങ്ങനെ എഴുതിയത് നമ്മുടെ സ്നെൽസ് ലോ ഉപയോഗിച്ചാണ് n1 sin i is equal to n2 sin r എന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തറിയണം സ്നെൽസ് ലോ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. Absolute refractive indexes of glasses and glass and water are 3/2 and 4/3. The ratio of velocity of light in glass and water will be. അപ്പൊ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് c/v ക്ക് ഈക്വൽ ആണ്. c എന്ന് പറയുന്നത് എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആണ് അല്ലെ വാക്കാണ്. v എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മീഡിയത്തിലെ സ്പീഡ്. അപ്പൊ c/v ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടുന്ന് n1/n2 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും v2/v1 എന്ന് പറയാൻ പറ്റത്തില്ലേ? n1/n2 is equal to v2/v1 എന്ന് പറയാൻ പറ്റും. നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആൻഡ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഗ്ലാസ് ആണ് ഫസ്റ്റ് മീഡിയം എന്ന് എടുത്താൽ n1 ന്റെ വാല്യൂ 3/2 ഉം വാട്ടർ ആണ് സെക്കൻഡ് മീഡിയം എങ്കിൽ n2 ന്റെ വാല്യൂ 4/3 ഉം ആണ്. അപ്പൊ എനിക്ക് എന്തോ വേണ്ടത് v1/v2 ആണ് വേണ്ടത് അല്ലെ. അപ്പൊ v1/v2 is equal to എനിക്ക് എങ്ങനെ എഴുതാം പറഞ്ഞേ n2/n1 എന്ന് എഴുതാം. n2 എത്രയാ മക്കളെ 4/3 ഡിവൈഡഡ് ബൈ 3/2 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും 4/3 into 2/3 എന്ന് വരും. ഇവിടുന്ന് 4 into 2 എത്രയാ 8. 8/, എത്രയെന്ന് കിട്ടൂടാ 9 എന്ന് കിട്ടും. 8/9 അല്ലെങ്കിൽ എന്ത് വരും 8:9 എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത് റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എ ട്രാൻസ്പെറന്റ് മീഡിയം of refractive index mu falls on a surface separating the medium from the air at an angle of incidence 45 degree. For which of the following values of mu the ray can undergo total internal reflection? അപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ പറ്റിയിട്ടാ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. ഇത് നമ്മുടെ നോർമല്, ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഓക്കെ അല്ലേ? ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാടാ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. എപ്പോഴും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന എവിടുന്ന് എങ്ങോട്ടാണ് നടക്കണം കേട്ടോ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ഒരു ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അത് അറിഞ്ഞിരിക്കണം. when light ray passes from denser medium to rarer മീഡിയത്തിലായിരിക്കും എന്ത് നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഒരു ആംഗിളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ഒരു ആംഗിളിൽ വന്ന് എന്ത് ചെയ്യുന്നു ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു ഇൻസിഡന്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യും റിഫ്രാക്ട് ചെയ്ത് പോകും. നമ്മൾ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും ഇതാണ് നോർമൽ എങ്കിൽ നോർമലിൽ നിന്ന് വേയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്യും അതിന്റെ ആ ഒരു സർഫസിന് അടുത്തോട്ട് നീങ്ങി വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാവോടാ ഈ ഒരു സർഫസിനെ റീട്രേസ് ചെയ്ത് പോകും. ആ ആംഗിളിനെ വിളിച്ച പേരാണ് എന്ത് IC അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന്. എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ എത്ര ആവും നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആവും 90 ഡിഗ്രി ആവും. ഓക്കെ അല്ലേ? അതാണ് എന്താ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ ആംഗിളും കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ഒരു ലൈറ്റ് റേ വന്ന് എന്ത് ചെയ്യും ഇൻസിഡന്റ് ചെയ്താൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ അത് എന്ത് ചെയ്യും തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പോഴാണ് എന്ത് നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിലുള്ള എന്താണ് സ്നെൽസ് ലോ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ND-യും ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NR എന്നും കൊടുക്കാം. അപ്പൊ ND into sin IC is equal to NR into sin 90 എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് ND sin IC is equal to NR എന്ന് കിട്ടത്തില്ലേ? sin 90യുടെ വാല്യൂ എത്രയാ മക്കളെ 1 ആണ്. അപ്പൊ ഇവിടുന്ന്
സൈൻ ഐ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുവാടാ? എൻ ആർ ഡിവൈഡഡ് ബൈ എൻ ഡി എന്ന് കിട്ടും. സൈൻ ഐ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? എൻ ആർ ഡിവൈഡഡ് ബൈ എൻ ഡി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എൻ ആർ ഡിവൈഡഡ് ബൈ എൻ ഡി എന്ന് കിട്ടും. ഇനി ഇത് എങ്ങനെ ഓർത്തിരിക്കാന്നറിയാവോ? കാരണം എന്താ, എൻ ഡി ബൈ എൻ ആർ വരുമോ ഇല്ലയോ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? എൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സൈൻ ഒരു ആംഗിൾ, സൈനിന്റെ ആംഗിൾ തീറ്റ എത്രയാവുള്ളൂ? 1 താഴെ ആയിരിക്കുള്ളൂ. അപ്പം മുകളിൽ എന്ത് വരണം? ചെറിയ വാല്യൂ വരണം. അതുകൊണ്ട് എൻ ആർ ബൈ എൻ ഡി എന്ന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ സൈൻ ഐ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? എൻ ആർ ബൈ എൻ ഡി എന്ന് കിട്ടാം. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഐ സിയെക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? സൈൻ ഐ സി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിന്ന് സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് എനിക്ക് എഴുതാം? എൻ ആർ ബൈ എൻ ഡി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഐ സി, സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആർ ബൈ എൻ ഡി എന്ന് നമുക്ക് പറയാം. ഇനി ഇത് ട്രാവൽ ചെയ്യുന്നത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ടല്ലേ? അപ്പൊ ഇത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് എയറിലോട്ടാ പോകുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാവും? 1 ആവും. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മൾ എയറിലോട്ടാ ട്രാവൽ ചെയ്യുന്നത്, റെയർ മീഡിയ എയർ ആയിട്ട് എടുത്താൽ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ ആവും? സൈൻ ഐ സി ഈസ് ഈക്വൽ ടു 1 ബൈ n എന്ന് കിട്ടും. സൈൻ ഐ സി ഷുഡ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1 ബൈ n എന്ന് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ സൈൻ ഐ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഐ സി അല്ലേ? അപ്പം ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ n എന്ന് എഴുതാം. സൈൻ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ n എന്ന് എഴുതാം. ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ നടക്കണം. അപ്പൊ ഇവിടുന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? സൈൻ ഐ എന്ന് എഴുതാം. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഐ. അപ്പം ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഞാൻ ഇത് എഴുതി വെച്ചത്. എന്താണ്? n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഐ. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട് എത്രയാ? 45 ഡിഗ്രി. അപ്പൊ എന്തായിരിക്കണം? ടോട്ടൽ ഇന്റഗ്രൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സൈൻ 45. സൈൻ 45ന്റെ വാല്യൂ എത്രയാ? 1/√2. അപ്പൊ എന്ത് കിട്ടും? n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1/√2 വരും. അതായത് n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √2 എന്ന് വരും. വരത്തില്ലേ? ഇനി പറഞ്ഞുതരാം. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 ആണ്. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 ആണ്. അപ്പം n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരും? 1.414 എന്ന് വരും. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.414 എന്ന് വരും. അപ്പൊ നമ്മൾ ഇനി ഓപ്ഷനിൽ നോക്കുമ്പോൾ 1.414നേക്കാളും വലിയൊരു വാല്യൂ ഏതാന്ന് നോക്കിയാൽ പോരെ? നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ 1.414നേക്കാളും വലിയൊരു വാല്യൂ ഏതാണ്? 1.33 ഉണ്ട്. അത് വലുതാണോ? അല്ല. അപ്പൊ അത് വരത്തില്ല. 1.40 ഉണ്ട്. അത് 1.414നേക്കാളും വലുതാണോ? അല്ല. അപ്പൊ അതും വരത്തില്ല. ഇനി നോക്കി 1.50 ഉണ്ട്. അതെന്താണ്? 1.414നേക്കാളും വലുതാണ്. അപ്പൊ ആൻസർ ഏത് വരുവാടാ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. എന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് നടക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. ഇവിടെ എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കേസ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കൺസെപ്റ്റ് ഒരു ഈക്വേഷൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 16. The ratio of the velocity of light in a medium to the velocity of light in a vacuum is 4/5. അതായത് velocity of light in a medium to velocity of light in vacuum തന്നിട്ടുള്ള 4/5. അതായത് എന്താ തന്നിട്ടുള്ള? v/c യുടെ വാല്യൂ ആണ് 4/5 എന്ന് തന്നിട്ടുള്ള. നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറഞ്ഞാൽ എന്താണ്? c/v ആണ് അല്ലെ? അപ്പൊ ഇവിടുന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് c/v ഈക്വൽ ടു എത്ര കിട്ടൂടാ? 5/4 എന്ന് കിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 5/4 എന്ന് കിട്ടും. അപ്പോ ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? ഇഫ് ദി റേ ഓഫ് ലൈറ്റ് ഈസ് എമർജിങ് ഫ്രം ദിസ് മീഡിയം ഇൻടു ദ എയർ, ഈ ഒരു മീഡിയത്തിൽ നിന്ന് അതായത് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുകയാണെങ്കിൽ then the critical angle for this interface of medium and air will be. എങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ക്രിട്ടിക്കൽ ആംഗിൾ sin IC is equal to എയറിൽ നിന്ന് അല്ലെങ്കിൽ ഡെൻസറിൽ നിന്ന് എയറിലോട്ട് പോകണമെങ്കിൽ കണ്ടീഷൻ എന്തുവാ? 1/n. sin IC is equal to എന്താ മക്കളെ? 1/n. അപ്പൊ ഇവിടെ എന്ത് വരും? sin IC is equal to 1/n എത്രയാണ്? n എന്ന് പറയുന്നത് 5/4 ആണ്. അപ്പൊ എന്ത് വരും? 4/5 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് IC is equal to എന്ത് വരും? sin inverse 4/5 എന്ന് വരും. പറഞ്ഞുതരാം. sin inverse 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 53 ഡിഗ്രി ആണ്. എത്രയാണ്? 53 ഡിഗ്രി ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 61.
A bubbling glass slab mu equal to 1.5 when viewed from one side appears at 5 cm and 2 cm from other side, then the thickness of slab is. നമ്മൾ നേരത്തെ പറഞ്ഞ thickness of slabന്റെ ക്വസ്റ്റ്യൻ ആയത് അല്ലേ. അപ്പൊ thickness of slab എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ ഇക്വേഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ? അപ്പൊ thickness of slab എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പുറത്ത് നിന്നുള്ളത് ഒരു സൈഡിൽ നിന്നുള്ളത് എക്സും മറ്റേ സൈഡിൽ നിന്നുള്ള വൈയും ഡിസ്റ്റൻസിലാണെങ്കിൽ അത് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഈ എക്സ് പ്ലസ് വൈ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ എ എന്ന് എഴുതാം, വൈ എങ്ങനെ എഴുതാം, എൻ ബി എന്ന് എഴുതാം. ഈ എയും ബി എന്താണ്, അപ്പാരന്റ് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ എൻ ഇൻറ്റു എന്തെന്ന് കിട്ടും, എ പ്ലസ് ബി എന്ന് കിട്ടും ഇക്വേഷൻ. ഇവിടെ എൻ എത്രയാണ്, 1.5 ആണ്, ഇൻറ്റു എ എത്രയാണ്, 5 ആണ്, പ്ലസ് ബി എത്രയാണ്, 2 ആണ്. അപ്പൊ എത്ര കിട്ടും, 1.5 ഇൻറ്റു 7 എന്ന് കിട്ടും. 1.5 ഇൻറ്റു എത്രയെന്ന് കിട്ടും മക്കളെ, 7 എന്ന് കിട്ടും. അപ്പൊ ഇത് എത്ര വരും, 10.5 എന്ന് വരും. എത്ര കിട്ടും, 10.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും, ഓപ്ഷൻ സി 10.5 സെന്റിമീറ്റർ is the right answer. Okay അല്ലേ? Okay, next question. Question number 62. If the critical angle for total linear reflection from a medium to vacuum is 45 degree, critical angle എത്രയാണ് തന്നിട്ടുണ്ട്, 45 degree ആണ് തന്നിട്ടുണ്ട് എങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം, നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ സൈൻ ഐ സി ഇസ് ഈക്വൽ ടു മീഡിയം, അതായത് എന്താ, ഒന്ന് എയറും മറ്റത് ഡെൻസറും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1/n എന്ന് പറയാം. പറഞ്ഞൂടെ, പറയാം. അപ്പൊ ഇവിടുന്ന് സൈൻ 45 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/n എന്ന് കിട്ടും. ഇവിടുന്ന് n ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇവിടെ 1/sin 45 വരും. സൈൻ 45 എന്ന് പറഞ്ഞാൽ എന്താ, 1/√2 ആണ്. അപ്പൊ എന്ത് വരും, √2 എന്ന് കിട്ടും. എന്നിന്റെ വാല്യൂ എത്ര കിട്ടും, √2 എന്ന് കിട്ടും. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മീഡിയം ഇൻ വെലോസിറ്റി ഇൻ വാക്വം ഡിവൈഡഡ് ബൈ എന്താണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം v ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, c/n എന്ന് കിട്ടും. സിയുടെ വാല്യൂ എത്രയാണ്, 3 × 10⁸ ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, √2 എന്ന് വരും. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 3/√2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ ആൻസർ ഏത് വരും, പറഞ്ഞ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 63. The speed of light in media m1 and m2 is 1.5 × 10⁸ meter per second and 2 × 10⁸ meter per second respectively. A ray of light enters from medium m1 to m2 at an incidence angle I. If the ray suffers total internal reflection, the value of I is. ഇത് നമ്മുടെ 2010 മെയ്സിന് അതുപോലെ നീറ്റിനും ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം m1 ഉം m2, രണ്ട് മീഡിയം ഉണ്ട്, m1 ഉം m2, അവിടെ രണ്ടിടത്തുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 1.5 × 10⁸ ഉം 2 × 10⁸ ആണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ഒരു റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന എങ്ങോട്ടാണ്, m1 ൽ നിന്ന് m2 ലോട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഐ ആണ്. ഇനി അതിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഐയുടെ വാല്യൂ എത്രയാവുന്ന ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ m1 ൽ നിന്ന് m2 ലോട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ m1 എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം ആയിരിക്കും അല്ലെ. m1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൻസർ ആയിരിക്കും. അതുപോലെ m2 എന്ന് പറയുന്നത് എന്തായിരിക്കും, റെയറർ മീഡിയം ആയിരിക്കും. അത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം m1 ലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്, 1.5 × 10⁸ ആണ്. m2 ലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്, 2 × 10⁸ ആണ്. അതും ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ലൈറ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം എങ്കിലുള്ള കണ്ടീഷൻ, എങ്കിൽ ദ വാല്യൂ ഓഫ് ഐ എത്ര എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് m1 ഇത് m2. അപ്പൊ ഇവിടുത്തെ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എന്നും ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 എന്നും എടുക്കാം, അല്ലെങ്കിൽ ഇത് nd എന്നും nr എന്നും എടുക്കാം. ഇത് ഡെൻസറും അത് റെയറും അല്ലേ. അപ്പൊ nd/nr ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ എനിക്കറിയാം nd/nr ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്തായിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും. വെലോസിറ്റി ഓഫ് റെയറർ മീഡിയം ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ഡെൻസർ മീഡിയം ആണ്. അപ്പോൾ nd ഡിവൈഡഡ് ബൈ nr ഈസ് ഈക്വൽ ടു വെലോസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ റെയറർ മീഡിയം എത്രയാണ്, 2 × 10⁸. 2 × 10⁸ ഡിവൈഡഡ് ബൈ 1.5 × 10⁸ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, nr/nd ലോട്ട് എത്തിക്കാം. nr/nd ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1.5 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 10⁸ രണ്ടിടത്തും ക്യാൻസൽ ആയി പോയിട്ട്. അപ്പൊ ഇവിടുന്ന് nr/nd ഈസ് ഈക്വൽ ടു 1.5നെ 3/2 എന്ന് എഴുതിയാൽ 3/2 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും, 3/4 എന്ന് കിട്ടും. അപ്പൊ nr/nd വാല്യൂ എത്ര കിട്ടിയടാ, 3/4 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ സൈൻ ഐ സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു nr/nd ആയിരിക്കണം, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടുന്ന് സൈൻ ഐ സി
should be greater than or equal to sin IC ഇടണ്ട sin I ഇട്ട് കൊടുത്താൽ മതി. അപ്പോ sin I should be greater than or is equal to എന്തെന്ന് പറയാം 3/4 എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പൊ I should be greater than or equal to എന്തെന്ന് പറയാം sin inverse 3/4 എന്ന് പറയാം. അപ്പൊ പറഞ്ഞിടാ I അല്ലേ എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ sin inverse 3/4 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ഗ്രേറ്റർ ആയിരിക്കണം എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി is the right answer. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 64. A ray of light from a denser medium strikes a rarer medium as shown in figure. The reflected and refracted rays makes an angle of 90 degree with each other. The angle of reflection and refraction are R and R dash. The critical angle would be. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 എന്നാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ പറയാടാ? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇത് ഡെൻസർ അല്ലേ, അപ്പൊ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ND ആണെന്ന് എടുക്കാം. ഇവിടുത്തത് NR എന്നും എടുക്കാം. അപ്പൊ ഇവിടുന്ന് സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം? ND ഇൻറ്റു സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? I. സൈൻ I ഈസ് ഈക്വൽ ടു ഈ മീഡിയം NR ഇൻറ്റു സൈൻ എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? R ഡാഷ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അതായത് ND ഇൻറ്റു സൈൻ I ഈസ് ഈക്വൽ ടു NR ഇൻറ്റു സൈൻ R ഡാഷിനെ എങ്ങനെ എഴുതാടാ? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു ലീനിയർ ആംഗിൾ അല്ലേ, ഇത് മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇത് മൊത്തം 180. ഇത് 90 ആണെങ്കിൽ ഈ R R ഡാഷും കൂട്ടുന്ന എത്രയായിരിക്കണം? 90 ആയിരിക്കണം. എങ്കിലല്ലേ എന്ത് വരുള്ളൂ? ഇത് മൊത്തത്തിൽ 180 വരുള്ളൂ. അപ്പൊ R പ്ലസ് R ഡാഷ് എന്തായിരിക്കും? 90 ആയിരിക്കും. നമുക്കറിയാം ഇത് R ആണ്, ഇത് I ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്ലക്ഷന്റെ ടൈമിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ R നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? I ഇട്ട് കൊടുക്കാം. അപ്പൊ I പ്ലസ് R ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. ഇവിടുന്ന് R ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര വരും? 90 മൈനസ് I എന്ന് വരും. എന്ത് വരും? 90 മൈനസ് I എന്ന് വരും. അപ്പൊ എനിക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? 90 മൈനസ് I എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ND ഇൻറ്റു സൈൻ I ഈസ് ഈക്വൽ ടു NR ഇൻറ്റു എന്ത് കിട്ടൂടാ? കോസ് I എന്ന് കിട്ടും. സൈൻ 90 മൈനസ് I എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് I ആണ്. അപ്പൊ ഇവിടുന്ന് NR ഡിവൈഡഡ് ബൈ ND ഈസ് ഈക്വൽ ടു എന്ത് വരുവാടാ? സൈൻ I ബൈ കോസ് I എത്ര വരും? ടാൻ I എന്ന് വരും. ഓക്കെ അല്ലേ? NR ബൈ ND ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ I എന്ന് വരും. അപ്പോ നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമ്മുടെ നേരത്തെ പഠിച്ചു വെച്ച എന്താണ്? സൈൻ ഐ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ. സൈൻ IC ഈസ് ഈക്വൽ ടു എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? NR ഡിവൈഡഡ് ബൈ ND ആണ്. അപ്പൊ ഇവിടെ സൈൻ IC ഈസ് ഈക്വൽ ടു NR ബൈ NDക്ക് എന്തോ കിട്ടിയത്? ടാൻ I എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് IC ക്രിട്ടിക്കൽ ആംഗിൾ IC ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? സൈൻ ഇൻവേഴ്സ് എന്തെന്ന് കിട്ടും? ടാൻ I എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് എത്ര വരും? ടാൻ I എന്ന് വരും. ഓക്കെ അല്ലേ? സൈൻ ഇൻവേഴ്സ് ടാൻ I. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ടാൻ ഐയിലില്ല, ടാൻ R കിടക്കുന്നില്ല. ഈ I ആർക്ക് ഈക്വൽ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ടാൻ R എന്ന് എഴുതിക്കൂടെ? കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ആൻസർ ഏത് വരും ഇവിടെ പറഞ്ഞേ? ഓപ്ഷൻ A is the right answer. പിന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? പറഞ്ഞായിരുന്നു എന്താണ്? ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ ടാൻ I എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NR ബൈ ND ഈക്വൽ. അവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ടാൻ 60 ഒക്കെ എത്താൻ. ആ ഇക്വേഷൻ വന്നത് എവിടെ നിന്നായിരുന്നടാ? നമ്മുടെ ഈ കേസിൽ നിന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. NR ബൈ ND ഈസ് ഈക്വൽ ടു ടാൻ I എന്ന്. അപ്പൊ ഇവിടെ ഇപ്പം റെയറർ മീഡിയം ആണ് NR. എന്താണ്? റെയറർ മീഡിയം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ടാൻ I ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/n എന്ന് വരും. ടാൻ I ഈസ് ഈക്വൽ ടു 1/n എന്ന് വരും. റെയറർ മീഡിയം എയർ ആയിട്ട് എടുത്താൽ എന്ത് വരും? 1/n എന്ന് വരും. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു എങ്കിലും എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് ഇതിന്റെ എന്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് ഈ റിലേഷൻ എടുക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 65. A light beam is traveling from region 1 to region 4. The refractive indexes in region 1, 2, 3 and 4 are N0, N0 by 2, N0 by 6 and N0 by 8 respectively. The angle of incidence theta for which the beam just misses entering region 4 is.
അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്. പകരം അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യുന്നില്ല, ആ വരുന്ന ബീം, അതായത് ഇവിടെ ഒരു ബീം വന്ന് ഇൻസിഡന്റ് ചെയ്ത് അത് എന്ത് ചെയ്യും, ഈ സർഫസിൽ കയറുമ്പോൾ റിഫ്രാക്ട് ചെയ്യും, ഇവിടെ കയറുമ്പോൾ അടുത്ത റിഫ്രാക്ഷൻ നടക്കും, ഇവിടെ അടുത്ത റിഫ്രാക്ഷൻ നടക്കും. അങ്ങനെ ഇവിടെ റിഫ്രാക്ഷൻ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് എൻറ്റർ ചെയ്ത് പോകുന്നേ ഉള്ളൂ അല്ലെ, ജസ്റ്റ് എൻറ്ററിങ് റീജിയൻ 4, അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് മിസ് ചെയ്ത് പോവാന്ന ക്വസ്റ്റ്യൻ അല്ലെ, ജസ്റ്റ് മിസ്സസ് എൻറ്ററിങ് ദ റീജിയൻ 4, അതായത് റീജിയൻ 4ൽ എൻട്രി ചെയ്ത് ജസ്റ്റ് മിസ് ചെയ്ത് ഇങ്ങനെ പോവാന്ന് എന്റെ അർത്ഥം. അപ്പൊ ജസ്റ്റ് മിസ്സസ് എൻട്രിങ് ദ റീജിയൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇങ്ങനെ പോണേന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അവിടുത്തെ അങ്ങനെ പോകുന്നെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ നമ്മൾ എന്ത് ചെയ്യണോടാ, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ മൾട്ടിപ്പിൾ മീഡിയത്തില് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നാലുള്ള കണ്ടീഷനാണ് ഇത്. അപ്പോ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ഒരുപാട് മൾട്ടിപ്പിൾ മീഡിയം ഉണ്ടെങ്കിൽ, ഇങ്ങനെ മൾട്ടിപ്പിൾ മീഡിയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഒന്ന് ഇൻസിഡന്റ് ചെയ്ത് അത് എന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും, പിന്നെ അത് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്യും, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്, ഇവിടുത്തെ റിഫ്രാക്ഷൻ ആംഗിൾ θ2 ആണ്. ഇവിടെ θ1 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയായിരുന്നു, n1 സൈൻ, ഇവിടുത്തെ n1 ആണ്, ഇവിടുത്തെ n2 ആണെങ്കിൽ n1 സൈൻ θ1 ഈസ് ഈക്വൽ ടു n2 സൈൻ θ2 എന്നൊക്കെ എഴുതിയാണ് അല്ലെ. അത് എന്തിന് ഈക്വലാവും, ഇവിടെ n3 ആണ്, ഇവിടുത്തെ റിഫ്രാക്ഷൻ θ3 ആണെങ്കിൽ n3 സൈൻ θ3 ഈക്വലാവും. അങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ കണ്ടീഷൻ, ഓർമ്മയുണ്ടോ? അപ്പൊ അത് വെച്ച് നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാടാ, ഇവിടെ n0 ഇൻറ്റു ഇവിടുത്തെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0 ഇൻറ്റു അവിടുത്തെ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്. അപ്പൊ സൈൻ θ ഈസ് ഈക്വൽ ടു, ഇവിടെ ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, ഈ രണ്ട് റീജിയൻ നമുക്ക് എടുക്കാം, റീജിയൻ 1 റീജിയൻ 4. അപ്പൊ ഇവിടുത്തെ റീജിയൻ 4ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ, n0/8 ഇൻറ്റു സൈൻ എന്തെന്ന് പറയാം, തീറ്റയിൽ ഇതാണ് ഇവിടുത്തെ നോർമൽ വരച്ച സൈൻ എന്താ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ ആംഗിൾ അല്ലെ, സൈൻ തീറ്റ എന്ന് എഴുതാം. ആ തീറ്റ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ജസ്റ്റ് മിസ്സസ് എൻട്രിങ് ദ റൂം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ആ ഒരു ആംഗിൾ എത്രയാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ റീജിയൻ 4ലെ 90 ഡിഗ്രിയാണ്. അപ്പൊ സൈൻ 90 എന്ന് കിട്ടാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നീ n0 വെട്ടിപ്പോയാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, സൈൻ 91 ആണ്. അപ്പൊ 1/8 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും, സൈൻ ഇൻവേഴ്സ് 1/8 എന്ന് വരും. എത്ര കിട്ടും, സൈൻ ഇൻവേഴ്സ് 1/8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ എന്തോ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു മൾട്ടിപ്പിൾ മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് എൻട്രി ആണെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ n1 സൈൻ θ1 ഈസ് ഈക്വൽ ടു n2 സൈൻ θ2 ഈസ് ഈക്വൽ ടു n3 സൈൻ θ3, ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം മക്കളെ, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ജസ്റ്റ് മിസ്സസ് എൻറ്ററിങ് ദ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണത്, ആ ഒരു സർഫസിന് പാരലൽ സർഫസിൽ റീട്രേസ് ചെയ്താൽ പോകുന്നതെന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 66. A fish in water, refractive index n, looks at a bird vertically above in the air. If y is the height of the bird and x is the depth of the fish from the surface, then the distance of the bird as estimated by the fish is. അതായത് ഒരു വാട്ടറിൽ ഒരു ഫിഷ് കിടക്കാണ്. ആ ഫിഷ് എന്ത് ചെയ്യാം, മുകളിൽ ഇതാണ് വാട്ടർ, ഇവിടെ ഒരു ഫിഷ് ഉണ്ട്. ഈ ഫിഷ് ആരെ നോക്കുവാടാ, ബേർഡിനെ നോക്കുവാണ്. ആകാശത്തൂടെ ഒരു ബേർഡ് ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പോ if y is the height of the bird and x is the depth of the fish from the surface, അതായത് ഈ ഒരു സർഫസ്, ഇതല്ലേ സർഫസ്, ഈ സർഫസിൽ നിന്ന് ബേർഡിലോട്ടുള്ള ഹൈറ്റ് ആണ് y, ഈ ഫിഷിലോട്ടുള്ള ഡെപ്ത് ആണ് x എന്ന് തന്നിട്ടുണ്ട്. then the distance of the bird as estimated by the fish, എങ്കിൽ ആ ഒരു ബേർഡും ഫിഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും എന്ന്. അപ്പൊ പെട്ടെന്ന് നമ്മൾ x+y എന്നൊക്കെ പറയില്ലേ, കാരണം എന്താ, ഇവിടെ നമ്മുടെ ഈ ഒരു ഫിഷ് ആ ബേർഡിനെ നോക്കുന്നത് അല്ലെ. അപ്പൊ ഫിഷ് എവിടെയാണ്, ഡെൻസർ മീഡിയത്തിലാണ് അല്ലെ. ഒബ്ജക്റ്റ് എവിടെയാണ്, റെയറർ മീഡിയത്തിലും. ഫിഷ് നോക്കുന്നു, ഫിഷ് ഒബ്സർവറും, ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്, നമ്മുടെ ഈ ബേർഡും ആണ്. അപ്പൊ ഒബ്ജക്റ്റ് എവിടെയാണ് മക്കളെ, റെയറർ മീഡിയത്തിലാണ് അല്ലെ. അങ്ങനെ ഒബ്ജക്റ്റ് റെയറർ മീഡിയത്തിലും ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ കിളി, ഈ ബേർഡ് എന്തായിട്ട് തോന്നി, ഈ ഫിഷിന് കുറച്ചുകൂടെ മുകളിലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ഇവിടെ ആയിരിക്കും ഈ ഫിഷിന്റെ കണ്ണിൽ ആര് നിൽക്കുന്നതടാ, ഈ ബേർഡ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിലെ ഈ അപ്പാരന്റ് ഡിസ്റ്റൻസ്, ഈ അപ്പാരന്റ് ഹൈറ്റ് എത്ര കിട്ടുമെന്ന് അറിയാവോ? അപ്പാരന്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഫിഷിന് തോന്നുന്നത്, ആ അപ്പാരന്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാന്ന് പറയാൻ പറ്റുമോ, ആ ഒരു സർഫസിൽ നിന്ന് എത്രയാന്ന് അറിയാവോടാ, ഈ സർഫസിൽ നിന്ന് ഇത് y ആണെങ്കിൽ ഈ സർഫസിൽ നിന്നുള്ള ഈ അപ്പാരന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും,
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഇൻറ്റു y ആയിരിക്കും. എത്രയായിരിക്കും? n ഇൻറ്റു y ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അപ്പാരന്റ് ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു റിയൽ ഹൈറ്റ്. അപ്പൊ n ഇൻറ്റു y ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ n ഇൻറ്റു y. അപ്പൊ n y ആണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? n y ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? x തന്നെയാണ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ഈ ഫിഷിനും ആ ബേണും തമ്മിലുള്ള ആ ഒരു എസ്റ്റിമേറ്റഡ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് പ്ലസ് എൻ വൈ ആയിരിക്കും. എൻ വൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പാരന്റ് ഹൈറ്റ് ആണ്. അപ്പം ഒബ്ജക്റ്റ് റെയർ ആൻഡ് മീഡിയത്തിലാണെങ്കിൽ അപ്പാരന്റ് ഹൈറ്റ് എന്ത് വരും? എൻ എച്ച് എന്നാ വരുന്നത് അല്ലെ? അപ്പം എൻ വൈ വരും പ്ലസ് എന്ത് വരും? എക്സ് വരും. അപ്പൊ ഇവിടുത്തെ എസ്റ്റിമേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയൊക്കെ ഈക്വലാവും? എക്സ് പ്ലസ് എൻ വൈക്ക് ഈക്വലാവും. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി തിരിച്ചുള്ള കേസും ഉണ്ട്. തിരിച്ചാണെങ്കിൽ എങ്ങനെ നമ്മൾ പറയും? തിരിച്ചെന്ന് പറയുമ്പോ എന്താണ്? അതായത് ഒബ്ജക്റ്റ് എവിടാ നിൽക്കുന്നത്? മുകളിൽ നിന്ന് നമ്മളൊരു ഫിഷിനെ നോക്കുന്ന ഒരു കേസൊക്കെ ഇല്ലേ? അപ്പൊ മുകളിൽ നിന്ന് ഫിഷിനെ നോക്കുവാണ്. ഇവിടെ ഒരാള് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു കിളി താഴെ കിടക്കുന്ന ഫിഷിനെ നോക്കുവാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ ഫിഷിനെ നോക്കുമ്പോൾ ഇവിടെ ഉള്ള എന്താണ്? റിയൽ ഡെപ്ത്, റിയൽ ഹൈറ്റ് എച്ച് ആണെന്ന് ഇരിക്കട്ടെ. ആ ഒരു ബേണിന് ഫിഷ് എങ്ങനെയായിട്ട് തോന്നും? ഫിഷ് എന്താ? കുറച്ച് മുകളിലായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും അല്ലെ? ഫിഷിനെ എവിടെ ആയിട്ട് തോന്നും? ഫിഷ് ഇവിടെ ആയിരിക്കുന്നതെന്ന് ഈ ബേർഡിന് തോന്നും. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലാണ്. അതായത് ഇവിടെ അപ്പാരന്റ് ഹൈറ്റ് എന്നീ കുറയും അല്ലെ? അപ്പാരന്റ് ഹൈറ്റ് കുറവായിരിക്കും, എച്ചിനേക്കാളും കുറവായിരിക്കും. അത് എത്രയായിരിക്കും? എച്ച് ബൈ എൻ ആയിരിക്കും. എത്രയായിരിക്കും? എച്ച് ബൈ എൻ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഷിഫ്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയും ഷിഫ്റ്റ് ചെയ്ത് ആ ഷിഫ്റ്റ് എത്രയിട്ട് എക്സ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാൻ പറ്റും? എച്ച് മൈനസ് എച്ച് ബൈ എൻ എന്നൊക്കെ എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ ഒക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അതായത് ഒബ്ജക്റ്റ് റെയർ ആൻഡ് മീഡിയത്തിലാവുമ്പോഴും ഒബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലാവുമ്പോൾ ആ രണ്ട് കേസ് എന്ത് ചെയ്യണോടാ? നോട്ട് ചെയ്ത് വെക്കണം. Clear അല്ലേ? Okay. Next question. Question number 67. An underwater swimmer is at a depth of 12 meters below the surface of water. A bird is at a height of 80 meters from the surface of water directly above his eyes. For the swimmer, the bird appears to be at a distance from the surface of water equal to. അതായത് ഒരു അണ്ടർ വാട്ടർ സ്വിമ്മർ എന്ത് ചെയ്യുക? ഒരു 12 മീറ്റർ ഡെപ്തിൽ ഇരിക്കുകയാണ്, സ്വിം ചെയ്യാണ്. ഇവിടെയാണ് സ്വിമ്മർ. ഇയാള് എത്രയാണ്? 12 മീറ്റർ ഡെപ്തിലാണ്. ഓക്കെ അല്ലേ? സർഫസ് ഓഫ് വാട്ടർ. ഈ ബേർഡ് എവിടെയാണ്? 80 മീറ്റർ ഹൈറ്റിലാണ്. ബേർഡ് ഒരു 80 മീറ്റർ ഹൈറ്റിലാണ്. ഡയറക്ട്ലി അബവ് ഹിസ് ഐസ്. ഫോർ ദ സ്വിമ്മർ ദ ബേർഡ് അപ്പിയേഴ്സ് ടു ബി. സ്വിമ്മറിന് ബേർഡ് അപ്പിയേഴ്സ് ടു ബി എന്താണ്? ഡിസ്റ്റൻസ്. അതായത് ആ ഒരു സ്വിമ്മറിന് ബേർഡ് എന്തായിരിക്കും? കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നും അല്ലെ? കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നതായിട്ട്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ അപ്പാരന്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? അപ്പാരന്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു റിയൽ ഹൈറ്റ്. n ഇൻറ്റു റിയൽ ഹൈറ്റ്. അപ്പൊ എന്ത് വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിന്റെ വാല്യൂ എത്രയാണ്? 4/3 ആണ്. അപ്പൊ 4/3 ഇൻറ്റു റിയൽ ഹൈറ്റ് എത്രയാണ്? 80 അല്ലേ? ഇവിടെ നിന്നുള്ളത് നോക്കിയാൽ 80 അല്ലേ? അപ്പൊ 4/3 ഇൻറ്റു 80 ഈസിക്കൽ ടു എത്ര വരും ഇവിടെ? ഈ 3 18 വേണ്ടി 6 വരും. 4 ഇൻറ്റു 6 ഈസിക്കൽ ടു 24 മീറ്റർ എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഇപ്പൊ നമ്മുടെ അടുത്ത് ഷിഫ്റ്റ് ചോദിച്ചിരുന്നെങ്കിൽ എത്ര ഷിഫ്റ്റ്, അതായത് ഈ എത്ര ഷിഫ്റ്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ഈ എക്സാ ചോദിച്ചിരുന്നെങ്കിൽ എത്ര വന്നേനെ? ഈ എക്സാ ക്വസ്റ്റ്യനെങ്കിൽ എങ്ങനെ ചെയ്തേനെ പറഞ്ഞേ? എക്സാ ചോദിച്ചിരുന്നെങ്കിൽ എക്സ് ഈസിക്കൽ ടു എൻ എച്ച് മൈനസ് എച്ച് എടുത്താൽ മതി എന്നല്ലേ? അതായത് എത്രയാ? 24 അല്ലേ എൻ എച്ച് ഇപ്പൊ കിട്ടിയേ? 24 മൈനസ് 18 എത്ര കിട്ടും ഇവിടെ? 6 എന്ന് കിട്ടിയാണ്. അപ്പൊ 6 മീറ്റർ ആണ് ഇവിടെ നടന്ന ഷിഫ്റ്റ്. അപ്പൊ ഏത് ചോദിച്ചാലും എഴുതണം. ചിലപ്പോ അപ്പാരന്റ് ആയിട്ട് ചോദിക്കാം, ചില ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് ചോദിക്കാം. അത് രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഷിഫ്റ്റ് ചോദിക്കുന്നെങ്കിൽ എൻ എച്ചിന് എന്ത് കുറയ്ക്കണം? എച്ച് കുറച്ചുള്ള ആൻസർ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ ഓപ്ഷൻ എ 24 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 68. A plane mirror is placed at the bottom of a fish tank filled with water of refractive index 4/3. The fish is at a height 10 cm above the plane mirror. An observer O is vertically above the fish outside the water. The apparent distance between the fish and its image is. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷ്. അപ്പൊ ഒരു ഒബ്സർവർ എന്ത് ചെയ്യുന്നു? റെയർ മീഡിയത്തിൽ പുറത്ത് നിൽക്കുകയാണ്. നമ്മുടെ ഫിഷ് ഡെൻസർ മീഡിയത്തിലാണ്. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഫിഷിന്റെയും ആ ഫിഷിന്റെ ഇമേജിന്റെയും അപ്പാരന്റ് ഡിസ്റ്റൻസുകളുടെ ഡിഫറൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് മിറർ. ഇവിടെയാണ് നമ്മുടെ ഫിഷ് ഇരിക്കുന്നത്. നമ്മുടെ ഫിഷ് ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നല്ല ഫിഷിനായിരിക്കും.
നമ്മുടെ ഫിഷ് ആണ് ഇത്. ഓക്കെ, ആ ഫിഷും ഈ ഒരു മിററും തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഇതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യൂടാ? ഈ 10 സെന്റിമീറ്ററിൽ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടാണ് നമ്മുടെ ഒബ്സർവർ നിൽക്കുന്നത്. ഒബ്സർവർ ഇവിടെ. ഈ വാട്ടർ സർഫസും ഫിഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നില്ല, നമുക്ക് ഡി ആയിട്ട് എടുക്കാം. എത്രയായിട്ട് എടുക്കാം? ഡി ആയിട്ട് എടുക്കാം. എങ്കിൽ ഒബ്സർവർ കാണുമ്പോൾ ഈ ഒബ്സർവർ എന്ത് ചെയ്യൂടാ? ഈ ഫിഷിനെ ഇവിടെ ആയിരിക്കുമോ കാണുന്നത്? അല്ല, ഈ ഫിഷിനൊരു എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഷിഫ്റ്റ് നടന്ന് ഫിഷ് എവിടെയായിട്ട് ഈ ഒബ്സർവറിന് തോന്നും? ഫിഷ് ദാണ്ട് ഇച്ചിരി പൊങ്ങി ഇവിടെ നിൽക്കുന്നതായിട്ട് ഒബ്സർവറിന് തോന്നും. ഇവിടെയാണ് ഫിഷ് നിൽക്കുന്നതെന്ന് ആർക്ക് തോന്നും? ഒബ്സർവറിന് തോന്നും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എടുക്കണ്ടേ? ഇതാണ് ഇതിന്റെ എന്താ? അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താ മക്കളെ? അപ്പാരന്റ് ഡിസ്റ്റൻസ്. ആ അപ്പാരന്റ് ഡിസ്റ്റൻസ് എത്ര വരും? ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പൊ ഇവിടുത്തെ ഈ അപ്പാരന്റ് ഡിസ്റ്റൻസ് ഓഫ് ഫിഷ് ആണ്, ഇമേജ് അല്ല. ഫിഷ് എന്ന് പറയുന്നത് എത്ര വരും? ഇത് ഡി ആണെങ്കിൽ ഈ അപ്പാരന്റ് ഡിസ്റ്റൻസ് എത്ര വരും? ഡി ബൈ മ്യൂ എന്ന് വരും. ഡി ബൈ മ്യൂ അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചതാ. അതായത് ഒബ്ജക്റ്റ് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്താ? ഡി ബൈ മ്യൂ ആണ്. ഒബ്ജക്റ്റ് റെയറർ മീഡിയത്തിലാണെങ്കിൽ അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്താ? എൻ ഡി ആണ്. അപ്പൊ ഡി ബൈ മ്യൂ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പാരന്റ് ഡിസ്റ്റൻസ് ഓഫ് ഫിഷ് ഇമേജ് കണ്ടുപിടിക്കണം. ഫിഷിന്റെ ഇമേജിന്റെ അപ്പാരന്റ് എന്താ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് എത്ര വരും? അപ്പൊ ആ ഒരു സർഫസും ഫിഷിന്റെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? D1 ഉം 10 ഉം 10. അപ്പൊ എത്രയാണ്? D + 10 + 10 ഡിവൈഡഡ് ബൈ മ്യൂ ഈക്വൽ ടു എത്ര വരും? D + 20 ബൈ മ്യൂ എന്ന് വരും. അപ്പൊ ആ ഒരു ഫിഷിന്റെ ഇമേജും എന്താണ് നമ്മുടെ എന്താ ആ ഒരു സർഫസും തമ്മിലുള്ള അപ്പാരന്റ് ഡിസ്റ്റൻസ് എത്ര വരും? D + 20 ആണ് ഇവരുടെ ആക്ച്വൽ ഡിസ്റ്റൻസ്. അതേ ഡിവൈഡഡ് ബൈ മ്യൂ എടുത്താൽ മതി. D + 20 ബൈ മ്യൂ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ക്വസ്റ്റ്യൻ അല്ലെ? ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. ഫിഷ് ഇമേജിന്റെ അപ്പാരന്റ് ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് ഈസ് ഈക്വൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അപ്പാരന്റ് ഡിസ്റ്റൻസ് between fish and its image. Fish and its image is equal to എന്ത് വരുവാടാ? D by എന്ത് വരും? D + 20 by മ്യൂ എടുക്കാം അല്ലെ? അപ്പൊ D + 20 by മ്യൂ അതല്ലേ കൂടുതൽ ഡിസ്റ്റൻസ്. D + 20 by മ്യൂ മൈനസ് D by മ്യൂ എടുക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഇതിനെ D + 20 മൈനസ് D ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് എഴുതാം. ഈ ഡിയും ഡിയും പോയിട്ട് എത്ര ഇട്ടുകൂടാ? 20 by മ്യൂ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 20 by മ്യൂ എന്ന് പറഞ്ഞാൽ 20 by മ്യൂവിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 4/3. അപ്പൊ എത്ര കിട്ടും? 20 × 3/4 എന്ന് വരും. ഇതും വെട്ടിയ 5 കിട്ടും. 5 × 3 = എത്ര ഇട്ടുകൂടാ? 50 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടും? 50 സെന്റിമീറ്റർ കിട്ടും. സോ ആൻസർ ഏത് വരും? പറഞ്ഞു. ഓപ്ഷൻ 1 50 സെന്റിമീറ്റർ is the right answer. Okay അല്ലേ? Question number 69. If in total internal reflection, when the angle of incidence is equal to the critical angle for the pair of media in contact, what will be the angle of refraction? Angle ഒരു total internal reflection നടക്കുന്ന സമയത്ത് angle of incidence എന്തിന് ഈക്വൽ ആണ്? ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ നമ്മളത് പഠിച്ചതല്ലേ? ഇത് എന്താണ്? നോർമൽ. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആവുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യൂടാ? ഈ ഒരു സർഫസിനെ റീട്രേസ് ചെയ്തു. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്? 90 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര വരും? 90 ഡിഗ്രി. ഓപ്ഷൻ ഡി is the right answer. Okay അല്ലേ? Next question. Question number 70. Which of the following is not due to total internal reflection? തന്നിട്ടുള്ളതിൽ ഇതിൽ ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ട് നടക്കാത്തത് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്ക്, വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യണം? ജസ്റ്റ് നോട്ട് ചെയ്തേക്കണം. അതിന്റെ അകത്ത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഒന്ന് എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. പിന്നെ മിറാജ് ഓൺ ഹോട്ട് സമ്മർ ഡേയ്സിലുള്ള മിറാജ് ഫോർമേഷൻ, അതും എന്താണ്? നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, അതും എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഇത് നോക്കിയേടാ,
ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരന്റ് ആൻഡ് റിയൽ ഡെപ്ത് ഓഫ് പോണ്ട്. ഒരു പോണ്ടിന്റെ അപ്പാരന്റും റിയൽ ഡെപ്തും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടാണോ? അല്ല. അത് എന്തുകൊണ്ടാണ്? It is due to the refraction at air water interface. എയർ വാട്ടർ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന എന്താണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ്. It is due to the refraction at the എയർ വാട്ടർ ഇന്റർഫേസ്. എയർ വാട്ടർ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന എന്താണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നടക്കുന്നത്. അല്ലാതെ അത് എന്തുകൊണ്ടല്ല? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടല്ല. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Okay അല്ലേ? Okay, next question. Question number 71. A small coin is resting on the bottom of a beaker filled with liquid. A ray of light from the coin travels up to the surface of the liquid and moves along its surface. How fast is the light traveling in the liquid? അതായത് ഒരു സ്മാൾ കോയിൻ എന്ത് ചെയ്യുക? റെസ്റ്റിലിരിക്കുക. ആ ഒരു ബീക്കറിന്റെ ബോട്ടത്തിൽ റെസ്റ്റിലിരിക്കുകയാണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കോയിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് സർഫസിലോട്ട് വരികയാണ്. ഓക്കെ അല്ലേ? എന്നിട്ട് സർഫസ് ഓഫ് ലിക്വിഡിലും പാരലായിട്ട് പോയി. മൂവ്സ് അലോങ് ഇറ്റ് സർഫസ് ഉണ്ട്, ഇങ്ങനെ പോയി. ഹൗ ഫാസ്റ്റ് ഇസ് ദ ലൈറ്റ് ട്രാവലിംഗ് ഇൻ ദ ലിക്വിഡ്? എങ്കിൽ ഈ ഒരു ലൈറ്റ് ഈ ലിക്വിഡിൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇത് വരുന്നത് എന്തിലാണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈ പാത്തിനെ എന്ത് ചെയ്യുന്നത്? എലോങ് ഇറ്റ് സർഫസിൽ റീട്രേസ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നത്? ആ ഒരു സർഫസിനെ എലോങ് ആയിട്ട് പോകണമെങ്കിൽ ഇത് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? സൈൻ IC is equal to 1/mu എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. ദാറ്റ് ഈസ് 1/mu is equal to എന്ത് കിട്ടൂടാ? സൈൻ തീറ്റ സി എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് സൈൻ തീറ്റ ഇത് എന്താ? IC ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? IC ആയിരിക്കും. ആയിരിക്കത്തില്ലേ? അപ്പൊ സൈൻ IC ഈക്വൽ ടു എന്ത് കിട്ടും? 3/4. 3/4 ആണോ? അല്ല. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ സൈൻ IC ഈക്വൽ ടു ഓപ്പോസിറ്റ് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും? ഇത് 3, ഇത് 4 ആണ്. ഇത് √3² + 4² വരും. അത് എത്ര കിട്ടും? √25 5 എന്ന് കിട്ടും. അപ്പൊ സൈൻ IC ഈക്വൽ ടു എത്ര കിട്ടി? 3/5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ 1/mu ഈക്വൽ ടു എത്ര കിട്ടിയടാ? 3/5. അവിടുന്ന് mu ഈക്വൽ ടു എത്ര കിട്ടി? 5/3 എന്ന് കിട്ടി. mu ഈക്വൽ ടു എത്ര കിട്ടി? 5/3 എന്ന് കിട്ടി. നമുക്കറിയാം mu എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതായത് വാക്വത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് അല്ലെ mu എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് 5/3 is equal to വാക്കത്തിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാ? 3 × 10⁸ ഡിവൈഡഡ് ബൈ v എന്ന് കൊടുക്കാം. ഈ v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v is equal to ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ എത്ര ആവും? 9 × 10⁸ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓക്കെ അല്ലേ? 9/5 എടുക്കുമ്പോൾ എത്ര വരും? ഇവിടെ അറൗണ്ട് ഒരു 1.8 എന്ന് വരും. 1.8 ഇൻറ്റു എത്ര വരും? 10⁸ m/s എന്ന് കിട്ടും. 1.8 × 10⁸ m/s. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 72. For the given incident ray as shown in figure, the condition of total internal reflection of this ray, the minimum refractive index of prism will be. അപ്പൊ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം എത്ര ആയിരിക്കണമെന്ന ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ആംഗിൾ എന്തായിരിക്കണം? മിനിമം ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ആയിരിക്കണ്ടേ? ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇത് റിഫ്രാക്ട് ചെയ്ത് എങ്ങനെ പോകും? റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പോവും. അപ്പൊ ഈ ആംഗിൾ എന്താണ്? IC ആണ്. ഇത് എത്രയാണ്? ഇത് നമുക്ക് 90 ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര വരൂടാ? ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 - IC ആയിരിക്കും അല്ലെ? 90 - IC ആയിരിക്കും. എങ്കിൽ മാത്രമേ ഈ ഒരു ട്രയാങ്കിൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്ര വരുള്ളൂ? 180 ഡിഗ്രി വരുള്ളൂ. ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എത്ര പറയുന്നത്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്ര ആയിരിക്കണം? 180 ആയിരിക്കണം. അപ്പൊ ഇത് IC ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് 90 ആണ്. അപ്പൊ ഇത് എത്ര വരും? 90 - IC ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ പറയാം? നമുക്ക് ആദ്യം ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 എന്ന് ഇരിക്കട്ടെ. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് കൊടുക്കാം? നമുക്ക് μ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈ ഒരു പ്രിസത്തിന്റെ അതാ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? μ1 sin 45 is equal to mu sin
90 മൈനസ് ഐ സിക്ക് വരെ നമുക്ക് സി ഇട്ട് കൊടുക്കാം. 90 മൈനസ് സി എന്ന് വരും ഈ ഒരു സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ. ഓക്കെ അല്ലേ? ഈ സർഫസിൽ, അതായത് എ ബി എന്ന് പറയുന്ന സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ എങ്ങനെ വരുവാടാ? mu1 sin 45 is equal to mu into sin 90 minus c എന്ന് വരും. ഇനി പറഞ്ഞേടാ mu1 എത്ര? ഇത് എയർ ആണെന്നിരിക്കാം, എയർ ആണെന്ന് നമുക്ക് കണ്ടു, എയർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ എത്ര വരും? 1 വരും. 1 into sin 45 എത്രയാ? 1/√2 is equal to mu cosine 90 minus c എന്ന് പറഞ്ഞാൽ എത്രയാ? cos c ആണ്. mu cos c എന്ന് കിട്ടും. ഇനി 1/√2 is equal to എത്ര കിട്ടി? mu cos c എന്ന് കിട്ടി. രണ്ടിടത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 is equal to എന്ത് വരും? mu സ്ക്വയർ cos സ്ക്വയർ c എന്ന് വരും. ഓക്കെ അല്ലേ? നമുക്ക് ഇവിടുന്ന് 1/2 is equal to mu സ്ക്വയർ into cos സ്ക്വയർ c എങ്ങനെ എഴുതാം? 1 minus sin സ്ക്വയർ c എന്ന് എഴുതാം. cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 minus sin സ്ക്വയർ തീറ്റ. അപ്പൊ 1 minus sin സ്ക്വയർ c എന്ന് എഴുതാം. നമുക്കറിയാം sin c എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് c അല്ലേ, ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? sin c equal to എന്താണ്? 1/mu ആണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് 1/2 is equal to mu സ്ക്വയർ into 1 minus 1/mu the whole square എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാടാ? ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1/2 is equal to mu സ്ക്വയർ into 1 minus 1 divided by mu സ്ക്വയർ എന്ന് വരും. അപ്പൊ 1/2 is equal to എന്ത് വരും? mu സ്ക്വയർ മൈനസ് ഇത് അങ്ങ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. mu സ്ക്വയർ into 1/mu സ്ക്വയർ. ഈ mu സ്ക്വയർ എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും. അപ്പൊ 1/2 is equal to എന്ത് വരും? mu സ്ക്വയർ മൈനസ് 1 എന്ന് വരും. mu സ്ക്വയർ is equal to എത്ര വരും? mu സ്ക്വയർ is equal to 1 plus 1/2 വരും. എത്ര കിട്ടൂടാ? 3/2 എന്ന് കിട്ടും. അവിടുന്ന് mu is equal to എത്ര വരും? root of 3/2 എന്ന് വരും. root of 3/2. ആ mu അല്ലേ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം mu എത്ര കിട്ടിയടാ? √3/2 എന്ന് കിട്ടി. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി, √3/2 is the right answer. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 73. A disk is placed on the surface of a pond which has refractive index 5/3. A source of light is placed 4 meters below the surface of liquid. The minimum radius of disk will be so light is not coming out. അതായത് നമുക്ക് ഇവിടെ എന്തോ കണ്ടീഷൻ എന്നറിയാമോ? ഞാൻ ഈ പടം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ അല്ലേ? ഇതെന്തേ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് പടം വരച്ചു നോക്കാവേ. ഓക്കെ, ഇത് ഒരു എന്താണ് സർഫസ് കൂടെ നമുക്ക് വരച്ചു. ഇതാണ് വെള്ളം. ഇവിടെ ഇങ്ങനെ വെള്ളം ഇരിക്കുകയാണ്. ഈ വെള്ളത്തിന്റെ മണ്ടയിലുള്ള ഈ ഡിസ്ക് ആണ് ഇത്. ഈ വെള്ളത്തിന്റെ ഈ സർഫസിൽ എന്തുണ്ടടാ? ഈ ഒരു ഡിസ്ക് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്ക്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 5/3 ആണ്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 5/3 ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോണ്ടില്ല, ലിക്വിഡ് എത്രയാണ്? അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5/3 ആണ്. ഇനി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 4 മീറ്റർ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സോഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടാണ് സോഴ്സ് ഇരിക്കുന്നത്. ഇതാണ് സോഴ്സ്. ഓക്കെ അല്ലേ? ആ ഡിസ്റ്റൻസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? 4 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിൽ എന്ത് ചെയ്യാ? ഈ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല? പുറത്ത് വരുന്നില്ല. ആ ലൈറ്റ് പുറത്ത് വരുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ആ ലൈറ്റ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഇൻസിഡന്റ് റിഫ്രാക്ട് ചെയ്ത് പുറത്ത് വരും. അപ്പൊ അത് പുറത്ത് വരുന്ന കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. എന്ത് നടക്കണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ആ ഒരു കൺസെപ്റ്റ് അറിയേണ്ടത്. അത് പുറത്ത് വരുന്നത്, അതായത് റിഫ്ലക്ട് ചെയ്ത് അകത്തോട്ടോ ആ സർഫസിലൂടെ പോകണം. അപ്പൊ അവിടെ എന്ത് നടക്കണോടാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കണം? sin IC ആയിരിക്കണം. അത് ക്രിട്ടിക്കൽ ആംഗിളിലാണ് വരുന്നെങ്കിൽ അത് എന്ത് ചെയ്യൂടാ? റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ആംഗിൾ എന്ത് വരും? ക്രിട്ടിക്കൽ ആംഗിൾ വരും. അപ്പൊ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇതും ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? 90 ഡിഗ്രി ഇതുണ്ടാക്കി റിഫ്രാക്ട് ചെയ്ത് ആ ഒരു സർഫസിന് എന്ത് ചെയ്ത് ലോങ് ആയിട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യത്തില്ല? ലൈറ്റ് എന്ത് ചെയ്യത്തില്ല? പുറത്ത് വരത്തില്ല. അങ്ങനെ പോകുമ്പോൾ മിനിമം റേഡിയസ്, ഈ ഒരു ഡിസ്കിന്റെ മിനിമം റേഡിയസ് എത്ര ആയിരിക്കണമെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഈ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടെസ്റ്റിൽ എന്ത് ചെയ്യും? നമ്മൾ മീൻ നോക്കുന്ന ഒരു മീന് എന്ത് വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അതിനൊരു കോൺ ഷേപ്പിലാണ് കാണുന്നത് എങ്കിൽ ആ കോണിന്റെ റേഡിയസും അതുപോലെ ഡയമീറ്ററും കോണിന്റെ ആ ഒരു സർഫസിന്റെ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് അതിന് കാണാൻ പറ്റുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസും ഡയമീറ്ററും അതുപോലെ
ആ ഒരു ഏരിയ എത്ര ഏരിയ ആ ഒരു എന്താ മീനിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇത്. കാരണം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ഡിസ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്താ അതിന്റെ നേരെ 4 മീറ്റർ അടിയിൽ നിന്ന് ഒരു സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ്. അത് എന്ത് ചെയ്യുന്നു, അത് കമ്മിങ് ഔട്ട് ചെയ്യുന്നില്ല. അതായത് അതിന് എന്ത് നടക്കണം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന മിനിമം കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ അത് റിഫ്രാക്ട് ചെയ്തു. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതുവരെ ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണോടാ, റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയാടാ, നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ സി ഇസിക്കൽ ടു, അതായത് എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ. സൈൻ തീറ്റ സി ഇസിക്കൽ ടു എന്താണ്, 1/μ ആണ്. ഇത് എയർ ആണെങ്കിൽ 1/μ ആണ്. അപ്പൊ എത്ര വരും, 1 ഡിവൈഡഡ് ബൈ 5/3 എന്ന് വരും. കാരണം മ്യൂ 5/3 അല്ലേ. അപ്പൊ 1 ഡിവൈഡ് ബൈ 5/3 അത് എത്ര കിട്ടും, 3/5 എന്ന് കിട്ടും. അപ്പൊ സൈൻ തീറ്റ സി ഇസിക്കൽ ടു എത്ര കിട്ടും, 3/5 എന്ന് കിട്ടും. അതുവരെ ഓക്കെ അല്ലേ? അപ്പൊ സൈൻ തീറ്റ സി ഇസിക്കൽ ടു എത്ര വരും, അതായത് സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ ഇസിക്കൽ ടു 3/5. ഇവിടുന്ന് ഇതാണ് തീറ്റ. അപ്പൊ സൈൻ തീറ്റ ഇസിക്കൽ ടു ഇവിടുന്ന് എങ്ങനെ പറയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് എത്രയാണ്, 6 ആണ്. ഇത് എത്രയാണ്, 6 ആണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. ഇത് 4, ഇത് 6 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര വരും, √4² പ്ലസ് r² വരത്തില്ലേ. √4² പ്ലസ് r² വരും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, 6 ഡിവൈഡഡ് ബൈ √4² പ്ലസ് r² ആണ്. അത് എന്തിന് ഈക്വലും ആയി, 3/5 ഈക്വലായി. അപ്പൊ ഇവിടുന്ന് r ഡിവൈഡഡ് ബൈ √16 പ്ലസ് r² ഈസ് ഈക്വൽ ടു 3/5 എന്ന് എഴുതാം. എഴുതാലോ, എഴുതാം. ഇവിടുന്ന് എനിക്ക് എത്ര കിട്ടും, ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാം, എല്ലാത്തിനും സ്ക്വയർ ചെയ്ത r² ഡിവൈഡഡ് ബൈ 16 പ്ലസ് r² ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 9 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. അപ്പൊ അവിടെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം, അവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25r² ഈസ് ഈക്വൽ ടു 16 into 9 എന്ന് വരും. 16 into 9 എന്ന് പറയുമ്പോൾ എത്ര വരും പറഞ്ഞേ, 6 9s are 54, 5 എത്ര വരും, 14, 144 എന്ന് വരും. അപ്പൊ 144 പ്ലസ് 9r². ഈ 9r² ഇങ്ങനെ വരുമ്പോൾ 16r² ഈസ് ഈക്വൽ ടു 144 എന്ന് വരും. ഇനി നമുക്ക് റൂട്ട് എടുത്താൽ 4r ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. അപ്പൊ r ഈസ് ഈക്വൽ ടു എത്ര വരും, 12/4 എന്ന് വരും. എത്ര കിട്ടും, 3 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ഡിസ്ക് കിട്ടിയില്ലേ, r അല്ലേ റേഡിയസ് ഓഫ് ഡിസ്ക്. അപ്പൊ റേഡിയസ് ഓഫ് ഡിസ്ക് എത്രയെന്ന് കിട്ടി, 3 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും, ഓപ്ഷൻ ബി, 3 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 74. A small source of light is 4 meters below the surface of water of refractive index 5/3. In order to cut all of the light coming out of the surface, minimum diameter of the disc placed on the surface of water is. നമ്മളിപ്പോ ചെയ്ത അതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഡിസ്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് എന്ത് ചെയ്യണം, എല്ലാം കട്ട് ചെയ്ത് ആ ലൈറ്റ് എന്ത് ചെയ്യണം, സർഫസിന് ഔട്ടായിട്ട് എന്ത് ചെയ്യണം, കട്ട് ഓൾ ഓഫ് ദി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ പോകണം എന്ന് വേണ്ട. എങ്കിൽ അതിന്റെ മിനിമം ഡയമീറ്റർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മുടെ അടുത്ത് എന്തോ ചോദിച്ചത്, റേഡിയസ് ആണ്. അപ്പൊ മിനിമം ഡയമീറ്റർ നേരത്തെ നമ്മൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ 5/3 ആണ് ഇവിടെയും വാല്യൂ. അതിൽ 4 മീറ്റർ ഡീപ്പിലായിരിക്കുന്നത് കണ്ടോ. അപ്പൊ നേരത്തെ നമ്മളോട് റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചതിന് എത്രയെന്ന് കിട്ടിയത്, 3 മീറ്റർ എന്ന് കിട്ടിയാണല്ലേ. അപ്പൊ ഇവിടെ ഡയമീറ്റർ എത്ര കിട്ടും, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 2r ആണ്. അപ്പൊ എത്ര കിട്ടി, 6 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും ഇവിടെ, ഓപ്ഷൻ എ, 6 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 75. A fish is a little away below the surface of a lake. If the critical angle is 49 degree, then the fish could see the things above the water surface within an angular range of theta degree where. അതായത് എന്ത് പറഞ്ഞുള്ള ഒരു ഫിഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മീനിന്റെ ക്വസ്റ്റ്യൻ ആയത്. ആ ഒരു ഫിഷ് എന്ത് ചെയ്യുന്നു, സർഫസിലല്ല ബിലോ ദി ലേക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ അത് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, അത് എന്താ തിങ്സ് കാണുന്ന എന്ത് ഷേപ്പിലായിരിക്കും, ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും കാണുന്നത്. അത് ഒരു കോൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിനുള്ളത്. അപ്പൊ അത് ഇങ്ങനെയാണ് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതിന് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ കാണുന്ന ആ ഒരു ഏരിയ എന്ത് ചെയ്ത് ആ ഒരു ഡയഗ്രം നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, ആംഗുലർ റേഞ്ച് ഓഫ് തീറ്റ. ഈ ഇത്രയും ആംഗുലർ റേഞ്ചിൽ ഇതിനുള്ളത്, ഈ ഇത്രയും തീറ്റ ഡിഗ്രിയിലുള്ളതാ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവരെന്ത് തന്നിട്ടുണ്ട്, ക്രിട്ടിക്കൽ ആംഗിൾ എത്രാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ എങ്ങനെ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് അറിയാമോ?
ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? ഈ ആംഗിളാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് IC. കാരണം ഇവിടെ വന്ന് ഈ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് അത് എങ്ങനെ പോകും? ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകും അല്ലെ? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ഇതാണെങ്കിൽ ഇതും എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഇത് IC ആണെങ്കിൽ ഇതും എന്തായിരിക്കും? IC ആയിരിക്കും. അപ്പൊ IC എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 49 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ആംഗുലർ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ റേഞ്ച് ഓഫ് ഫിഷ് ഇപ്പൊ തന്നെ ഇത് പഠിച്ചു വെക്കണം. ആംഗുലർ റേഞ്ച് ഓഫ് ഫിഷ്, അതായത് ഫിഷിന് കാണാൻ പറ്റുന്ന ഒരു ആംഗുലർ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണെന്നറിയോ? ഇത് IC ആണെങ്കിൽ ഇതും എന്തായിരിക്കും എന്നറിയോ മക്കളെ? IC ആയിരിക്കും. അപ്പൊ അത് തീറ്റ, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 2IC ക്ക് ഈക്വൽ ആയിരിക്കും. അത് 2 ഇൻറ്റു ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എത്ര വരും? 2 ഇൻറ്റു ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 49 ഡിഗ്രി. അപ്പൊ എത്ര വരും? 98 ഡിഗ്രി എന്ന് വരും. എത്ര കിട്ടും മക്കളെ? 98 ഡിഗ്രി. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ സി, തീറ്റ ഈസിക്കൽ ടു 90 ഡിഗ്രി ആയിരിക്കും എന്ത്? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു കേസില് കുറച്ച് കാര്യങ്ങൾ അറിയിക്കണം. അതെന്ത് ചെയ്യാം? ഞാൻ ഇങ്ങോട്ട് പറയാം. ഓക്കെ അല്ലേ? ഈ ഒരു ഫിഷിന്റെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് ഇത് നമ്മുടെ ടോട്ടൽ മീഡിയം റിഫ്ലക്ഷന്റെ ഒരു ആപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത് നേരത്തെ കണ്ട പോലെ ഇതിന്റെ എന്ത് ചോദിക്കാം? റേഡിയസ്. നേരത്തെ ഡിസ്ക് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഒരു മീൻ കാണാൻ പറ്റുന്ന ഈ ഒരു ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ ഷേപ്പിന്റെ റേഡിയസ് ചോദിക്കാം. അങ്ങനെ റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഉണ്ട് അവിടെ. ആ ഇക്വേഷൻ അറിയണം. R is equal to H divided by root of ND by NR the whole square minus 1. R is equal to H divided by root of ND by NR the whole square minus 1. ഇതാണ് എന്ത്? ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് എയറും വാട്ടറും, സാധാരണ ഫിഷിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്തായിരിക്കും? റെയറർ മീഡിയം എയറും ആവും, ഡെൻസർ മീഡിയം വാട്ടറും ആയിരിക്കുമല്ലോ. അങ്ങനെ ഫിഷിന്റെ കേസ് വരുമ്പോൾ NDയും NRനും ഒക്കെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റും. പറ്റത്തില്ലേ? കാരണം അവിടെ NR എത്രയാവും? ഒരു ഫിഷിന്റെ കേസിലാവുമ്പോൾ അവിടെ വാട്ടറും എയറും ആയിരിക്കും. അപ്പൊ അവിടുത്തെ NRന്റെ വാല്യൂ എത്ര വരും? 1 വരും. ND നമുക്ക് N ആയിട്ടും എടുക്കാം. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആയിട്ടും എടുക്കാം. അപ്പൊ അവിടുന്ന് R is equal to നമുക്ക് H divided by root of N square minus 1 എന്നുള്ള ഇക്വേഷൻ അറിയിക്കണം. R is equal to H divided by root of N square minus 1. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ മക്കൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? R is equal to വേറെ ഏതെങ്കിലും രണ്ട് സർഫസ് ആണെങ്കിൽ H divided by root of ND by NR the whole square minus 1. നമ്മുടെ ഫിഷിന്റെ കേസ് അതായിരുന്നെങ്കിൽ ND എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർ ആയിരിക്കും, NR എന്ന് പറയുന്നത് എയർ ആയിരിക്കും. അപ്പൊ R is equal to H divided by root of N square minus 1. ഇനി വാട്ടർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫിഷിന്റെ കേസിൽ ഇപ്പൊ N നമുക്ക് അറിഞ്ഞൂടെങ്കിൽ N square minus 1. വാട്ടർ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള കേസിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാടാ? R is equal to N-ന് നമ്മൾ എത്രയാ? 4/3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോ? R is equal to 3H by root 7 എന്ന് കിട്ടും. R is equal to എത്ര കിട്ടും? 3H by root 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിപ്പോ ND is equal to N ആണെങ്കിൽ R is equal to H by root of N square minus 1. റെയർ മീഡിയം എയർ ആണെന്നുള്ള ഒരു കേസ്. അതല്ലാതെ വാട്ടർ എയർ ആണെന്ന് പറഞ്ഞു, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം 4/3 ആണ് എങ്കിൽ R is equal to എത്ര കിട്ടും? 3H by root 7 എന്ന് കിട്ടും. എത്ര കിട്ടും? 3H by root 7. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റിനെ മെയിൻ ആയിട്ട് ചോദിക്കുള്ളൂ. കാരണം വാട്ടർ എയറും ആ ഒരു ഫിഷിന്റെ കൺസെപ്റ്റിലല്ലേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ R is equal to എത്ര വരും? 3H by root 7 ആയിരിക്കും. ഓക്കെ അല്ലേ? അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എന്താണെന്നറിയാവോ? ഏരിയ ഓഫ്, അതായത് ഏരിയ എത്ര കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ഏരിയ ഓഫ് ആ ഒരു ഫിഷിന്റെ ആയി കാണാൻ പറ്റുന്ന ഏരിയ, എത്ര ഏരിയ അതിന് കവർ ചെയ്യാൻ പറ്റും. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു സർക്കിളിന്റെ ഏരിയ എടുത്താൽ പോരെ? ഇതിന്റെ റേഡിയസ് R അല്ലേ? അപ്പൊ എന്താണ്? പൈ R സ്ക്വയർ എടുത്താൽ മതി. എന്തെടുത്താൽ മതി? പൈ R സ്ക്വയർ എടുത്താൽ മതി. R 3H by root 7. അതിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്ത് പൈ R സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതാണ് അടുത്തത് ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത് എന്ത് ചോദിക്കാൻ പറ്റും? മൂന്നാമത് നമുക്ക് ഈ ഒരു ആംഗുലർ വിഡ്ത്ത് അല്ലെങ്കിൽ ആംഗുലർ റേഞ്ച് ചോദിക്കാൻ പറ്റും. അങ്ങനെ ആംഗുലർ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എത്രയാണ്? നമ്മളിപ്പോ പറഞ്ഞു 2 ഇൻറ്റു ക്രിറ്റിക്കൽ ആംഗിൾ. ക്രിറ്റിക്കൽ ആംഗിളിന്റെ എന്തെടുത്താൽ മതിയടാ? 2 ടൈംസ് എടുത്താൽ മതി. അതും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? 2 ഇൻറ്റു ക്രിറ്റിക്കൽ ആംഗിൾ എടുത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ട മക്കളെ? ഇവിടുന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്തൊക്കെ നോട്ട് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന്? ആറിന്റെ ഇക്വേഷൻ H by root of ND by NR the whole square minus 1. അവിടെ എന്താണ്? NR റെയർ മീഡിയം എയർ ആണ്, മറ്റേത് ND N എന്ന് തന്നാൽ R is equal to H by root of N square minus 1.
അവിടെ സ്പെസിഫിക് ആയിട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ടറിന്റെ എൻ വാല്യൂ എത്രയാണ് 4/3 ആണ്. അത് ഇട്ട് കൊടുക്കുമ്പോൾ R=3h/√7 എന്ന് കിട്ടാം. ഏരിയ ചോദിക്കുന്നെങ്കിൽ πr² വരും. പിന്നെ നമുക്ക് എന്താണ് ആംഗുലർ റേഞ്ച് ആയിരിക്കും 2 × ക്രിട്ടിക്കൽ ആംഗിൾ എടുത്താൽ മതി. ഇത്രയും കാര്യം അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് എങ്ങനെയൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇന്ത്യൻ റിഫ്രഷിന്റെ മെയിൻ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ, ആ ഒപ്റ്റിക്കൽ ഫൈബറിൽ ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയുടെ ഇക്വേഷൻ √(ng²-n²) ആ ഒരു ഇക്വേഷനോട് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഇന്ത്യൻ റിഫ്രഷിന്റെ എല്ലാ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ്, ആ മിറാഷിന്റെ അതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാലും മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 76. The radius of the light circle observed by a fish at a depth of 12 meter is. അപ്പൊ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഈക്വൽ ടു എത്ര രൂപ, 3h/√7 ആണ്. നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഒരു എയർ വാട്ടർ ആണെങ്കിൽ 3h/√7 ആണ്. അപ്പൊ എത്ര വരും, 3 × h എത്രയാണ് ഇവിടെ 12 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഡെപ്ത്. അപ്പൊ 12/√7. അപ്പൊ എത്ര കിട്ടാം, 36/√7 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് റേഡിയസ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഡയമീറ്റർ ചോദിച്ചിരുന്നെങ്കിലോ, ഡയമീറ്റർ ഓഫ് ദി ലൈറ്റ് സർക്കിൾ ആണ് എന്ത് ചെയ്തതിനെ 2 × r എടുത്തത്. അപ്പൊ എത്ര വരും, 2 × 36/√7 മീറ്റർ എന്ന് കിട്ടിയത്. ഇനി ഇവിടെ ഏരിയ ചോദിച്ചിരുന്നെങ്കിലോ, ഏരിയ ഓഫ് ദി ലൈറ്റ് സർക്കിൾ ആയിരുന്നെങ്കിലോ, ഏരിയ = πr² ആണ്. അപ്പൊ പൈക്ക് 22/7 × r എത്രയാണ്, 36/√7. അപ്പൊ 36/√7 the whole square ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 77. Light travels through a glass plate of thickness T and having a refractive index mu. If C is the velocity of light in vacuum, the time taken by light to travel this thickness of slab is. അപ്പൊ ടൈം ടേക്കണ കണ്ടുപിടിക്കണം. ടൈം = എന്ത് വരും, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, നമുക്ക് വെലോസിറ്റി ഓഫ് മീഡിയം എന്ന് എഴുതാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ ഒരു സ്ലാബിന്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കും അല്ലെ, ആ ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ടി ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ മീഡിയം എന്ന് പറഞ്ഞാൽ c/μ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, c/μ. ഓക്കെ അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആണ്, c ആണ് ലൈറ്റ് ഇൻ വാക്വം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പൊ t ഡിവൈഡ് ബൈ c/μ എന്ന് കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, t × μ/c എന്ന് വരും = μt/c എന്ന് കിട്ടും. ഇത്ര കിട്ടിയ ടൈം μt/c. അപ്പൊ ആൻസർ ഏത് വരും, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 78. Find the value of the angle of emergence from the prism. Refractive index of the glass is equal to √3. ഇവിടെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് തന്നിട്ടുണ്ട്, √3 ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആംഗിൾ ഓഫ് എമർജൻസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ആംഗിൾ ഓഫ് എമർജൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ എൻറ്റർ ചെയ്ത് അത് 90 ഡിഗ്രിയിൽ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കും. അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ വരയ്ക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ നോർമൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് റിഫ്രാക്ട് ചെയ്തു. അപ്പൊ ഡെൻസിറ്റിന്ന് ഡയറിലോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യാം, എവേ ഫ്രം ദ നോർമൽ വരയ്ക്കാം. ഓക്കെ അല്ലേ? റിഫ്രാക്ട് ചെയ്ത് പോയി. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട, ആംഗിൾ ഓഫ് എമർജൻസ്, അതായത് ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഇട്ട് കൊടുത്താൽ ഈ ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. യുടെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഈ ആംഗിൾ 60 ആണ്, ഇത് എത്രയാ 60 ആണ്, ഇത് എത്രയാ 90 ആണ്. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ, ഇത് 30 ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ വെച്ചാൽ നമുക്ക് എത്രയെന്ന് പറയാം, 30 എന്ന് പറയാം. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്, 30 ആണ്. ഓക്കെ അല്ലേ? ഇത് 90 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും, 90 ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ നമുക്ക് ഏത് ട്രയാംഗിൾ എടുക്കാം, നമുക്ക് ഇവിടെ ഒരു ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാം, ABC. അപ്പൊ ABC എന്ന് പറയുന്ന ട്രയാംഗിൾ എടുത്ത് ഇത് 30, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും ഇവിടെ, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കത്തില്ലേ? ഡൗട്ട് ഉണ്ടോ? ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ, ആ ആംഗിൾ 60 ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ ആംഗിൾ എത്രയാന്ന് പറയാം, ഇത് മൊത്തത്തിൽ 90 അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്രയാന്ന് പറയാടാ, ഇത് 30 ഡിഗ്രി ആണെന്ന് പറയാം. ഈ ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്, 30 ഡിഗ്രി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഈ ഒരു സർഫസിൽ AQ
എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസിൽ എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലാ അപ്ലൈ ചെയ്യാം. അപ്പൊ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതെന്ന് പറയുമ്പോൾ പ്രിസത്തിലല്ലേ, അപ്പൊ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ഇൻറ്റു അവിടുത്തെ സൈൻ ഐ, സൈൻ എത്രയാ? 30. സൈൻ 30 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, അത് എത്ര? എന്താണ്? എയർ അല്ലേ. അപ്പൊ മ്യൂ എയർ എത്രയാ? 1 ആണ്. 1 ഇൻറ്റു അവിടുത്തത് എമർജൻസി, അപ്പൊ എത്രയാ? സൈൻ ഇ എന്ന് എഴുതാം. ഇ അല്ലേ, സൈൻ തീറ്റ ഇ, അതെന്താ? സൈൻ ഇ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് √3 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ എത്രയാ? 1/2. 1/2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ ഇ എന്ന് കിട്ടും. അപ്പൊ സൈൻ ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? √3/2. അപ്പൊ അവിടുന്ന് ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസി ഇ ഈസ് ഈക്വൽ ടു എത്ര വരും? സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 ആണ്. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയടാ? 60 ഡിഗ്രി എന്ന് കിട്ടി. തീറ്റ അല്ല, ഇ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ ഒരു എമർജി ചെയ്യുന്ന ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. നമ്മുടെ 2021 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ജസ്റ്റ് എന്തോ ഒരു ആംഗിൾസിനും പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ബാക്കി എന്തോ നമ്മൾ അപ്ലൈ ചെയ്ത തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത പിന്നെ നമ്മൾ എന്തറിയണം? ഈ 90 ഡിഗ്രി അല്ലേ എൻ്റർ ചെയ്യുന്നെങ്കിൽ അത് ലീവ് ചെയ്യുന്ന എന്തിലായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ എന്നറിയിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി, 60 ഡിഗ്രി is the right answer. Okay അല്ലേ? Next question. Question number 79. A ray of light passes through 4 transparent media with a refractive index N1, N2, N3 and N4 as shown. The surface of all media are parallel. If the emergent ray DE is parallel to the incident ray AB, then അതായത് ഇതെന്താ? 4 സർഫസ് ഉണ്ട്. N1, N2, N3, N4, 4 ട്രാൻസ്പെറന്റ് മീഡിയാസ് ഉണ്ട്. അതിലെ കൂടെ ലൈറ്റ് എൻ്റർ ചെയ്ത് പോകണം. അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? എമർജന്റ് റേ DE, ഇതാണ് എമർജന്റ് റേ DE. ഇത് ആർക്ക് പാരലൽ ആണ്? ഇൻസിഡന്റ് റേ ആയിട്ടുള്ള ABക്ക് പാരലൽ ആണെന്ന് പറഞ്ഞു. എങ്കിൽ അവിടെ നിന്ന് എന്ത് പറയാന്നാ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിള് തീറ്റ, ഈ ആംഗിള് തീറ്റയ്ക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾ, ഇവിടുത്തെ θ1 ഇവിടുത്തെ θ2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം N1 സൈൻ θ1 ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുന്നത്? N4 സൈൻ θ4 എന്ന് എഴുതുന്നത്. ഇവിടെ ഈ θ1 θ4 എന്താണ്? ഈക്വൽ ആണ്. θ4 ഇട്ടുണ്ട്, ഈക്വൽ ആണ്. കാരണം എന്താ? അത് രണ്ടും പാരലൽ ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് സൈൻ θ1 സൈൻ θ4 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ അവിടുന്ന് N1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? N4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 80. A monochromatic ray is incident on a glass slab with a glancing angle 30 degree with the surface. If the refractive index of glass with respect to air is √3, the angle of refraction in the glass slab is. നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? ഇതൊരു ഗ്ലാസ് സ്ലാബ് ആണ്. ഇവിടെ എന്തുണ്ടടാ? ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട്. അവിടുത്തെ ഒരു മോണോക്രോമാറ്റിക് റേ എന്ത് ചെയ്യുക? വന്ന് ഇൻസിഡന്റ് ചെയ്യണം. അവിടുത്തെ ഗ്ലാൻസിങ് ആംഗിൾ തന്നിട്ടുണ്ട്. എന്താ ഗ്ലാൻസിങ് ആംഗിൾ? 30 ഡിഗ്രി വിത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് എങ്കിൽ ഇത് നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഗ്ലേസിംഗ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് സർഫസ് എന്ന്. അതായത് തന്നിട്ടുള്ള എന്താ? ഈ ഒരു സർഫസ് ആയിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എത്രയും തന്നിട്ടുള്ള 30 ഡിഗ്രി തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? 90 മൈനസ് 30 ആയിരിക്കും. അത് എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല 30 തന്നിട്ടുള്ള ആ ഒരു സർഫസ് ആയിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര കിട്ടും? 90 മൈനസ് 30 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഇവിടെ വരുമ്പോൾ ഇത് എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്ത് പോവല്ലോ. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എയർ ആണ്, അപ്പൊ അത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. N1 സൈൻ θ1 ഈസ് ഈക്വൽ ടു N2 സൈൻ θ2. അപ്പൊ N1 എത്രയാ? 1 ഇൻറ്റു സൈൻ θ1 അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? 60 ഈസ് ഈക്വൽ ടു N2 എത്രയാ? √3 ഇൻറ്റു സൈൻ R എന്ന് കൊടുക്കാം. ആ R അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സൈൻ R. അപ്പൊ ഇവിടുന്ന് സൈൻ 60 എത്രയാണ്? √3/2 ആണ്. അപ്പൊ √3/2 ഈസ് ഈക്വൽ ടു √3 സൈൻ R എന്ന് കിട്ടും. √3 ക്യാൻസൽ ചെയ്താൽ സൈൻ R ഈസ് ഈക്വൽ ടു എത്ര വരും? 1/2 എന്ന് വരും. അപ്പൊ R ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ ഏത് ആംഗിളാ 1/2 കിട്ടുന്നത്? 30 ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര കിട്ടും? 30 ഡിഗ്രി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 81.
If mu ij represents the refractive index in a light ray goes from medium 1 to medium j, then the product of mu 21 into mu 32 into mu 43 is equal to. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടത്? mu 1 with respect to 2 into mu 2 with respect to 3 into mu 3 with respect to 4. അതിന്റെ വാല്യൂ ആണ് കണ്ടിട്ടുള്ളത്. mu 1 with respect to 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? mu 1 by mu 2 എന്ന് എഴുതാം. into mu 2 with respect to 3 എന്ന് പറഞ്ഞാൽ mu 2 by mu 3 എന്ന് എഴുതാം. into mu 3 with respect to 4 എന്ന് പറഞ്ഞാൽ mu 3 by mu 4 എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് mu 3 എന്ത് ചെയ്യും? വെട്ടിപ്പോവും. mu 2 വെട്ടിപ്പോവും. അപ്പൊ എത്ര കിട്ടും? mu 1 by mu 4 എന്ന് കിട്ടും അല്ലെ? mu 1 divided by mu 4. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? mu refractive index of 1 with respect to 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് 1 divided by refractive index of 4 with respect to 1 എന്ന് എഴുതാം. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞു? ഓപ്ഷൻ സി is the right answer. ഓക്കെ അല്ലേ?